ഹലോ, എല്ലാവർക്കും നമസ്കാരം. കൂട്ടക്ഷരങ്ങളുടെ ഞായറാഴ്ച പരിപാടിയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ ലൈവ് പരിപാടിയിൽ ആരൊക്കെ വരുന്നുണ്ടെന്ന് നോക്കട്ടെ. ആരെങ്കിലും ഉണ്ടോ? ഹലോ ഹലോ ഹലോ. അപ്പോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതേ കുറച്ച് കുസൃതി ചോദ്യങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പൊ നമുക്ക് ഇന്ന് കൂടാം, കുറച്ചു നേരം കുസൃതി ചോദ്യങ്ങളൊക്കെ ആയിട്ട് കൂടാം. അപ്പോ എനിക്കറിയില്ല എത്ര പേരൊക്കെ വരും. ഇന്ന് ഞായറാഴ്ചയാണ്, ഫ്രീ ആണ്, എല്ലാവരും വരണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എല്ലാവരെയും കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. പന്ത്രണ്ട് മണി ആവുന്നേ ഉള്ളൂ. സ്ലോ കണക്ഷൻ ആണെന്ന് കാണിക്കുന്നുണ്ട്. ഒരു 3 പേര് വന്നിട്ടുണ്ട്. ഹായ്. വന്നവരൊക്കെ ഒരു ഹായ് ഒക്കെ പറഞ്ഞ് സാന്നിധ്യം അറിയിക്കുക. ഹലോ ഗൈസ്, ഹാപ്പി സൺഡേ. ഓക്കെ ആണ് ലൈവ്. താങ്ക് യു. ദർശരാജ് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ആണെന്ന്. എനിക്കിവിടെ സ്ലോ കണക്ഷൻ എന്നാണ് കാണിക്കുന്നത്. കുഴപ്പമില്ല. നമുക്കൊരു 2 മിനിറ്റ്സും കൂടെ ഒക്കെ വെയിറ്റ് ചെയ്യാം. 12 മണിയാണ് എല്ലാവരോടും പറഞ്ഞിരുന്ന സമയം. അപ്പോൾ 12 മണിയായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ എന്നെ കുറിച്ചൊന്ന് പറഞ്ഞുതരാം, ഇരുന്ന് ബോറടിക്കണ്ടല്ലോ. അപ്പൊ എൻ്റെ പേര് ഷിജു എന്നാണ്, തൃശ്ശൂർക്കാരിയാണ്. ഹായ്. അഞ്ജു രഞ്ജിമ വന്നിട്ടുണ്ട്. പിന്നെയും ആരൊക്കെയോ വന്നിട്ടുണ്ട്. 3 പേര് ലൈവ് ആണെന്ന് കാണുന്നുണ്ട്. ഹലോ, ഹായ്. എല്ലാവരും ഒരു കമന്റിൽ വന്നൊരു ഹായ് പറഞ്ഞോളൂ. ആരെങ്കിലും എന്റെ കൂടെ ഒന്ന് ജോയിൻ ചെയ്യോ? ഞാനൊരു ഇത് അയക്കട്ടെ, ലിങ്ക് അയക്കട്ടെ, ഇൻവൈറ്റ് അയക്കട്ടെ. ആരും റിക്വസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല. റോഷ്നയ്ക്ക് ഇൻവൈറ്റ് അയക്കാനുള്ള ഓപ്ഷൻ മാത്രമേ എനിക്ക് കാണുന്നുള്ളൂ. റോഷ്ന അഡ്വക്കേറ്റ്. നമുക്ക് നമ്മുടെ എഡിറ്ററിനെ ഒന്ന് കൊണ്ടുവരാം. എഡിറ്ററിനെ ഞാനൊന്ന് ആഡ് ചെയ്യണ്ടേ. ഓഡിയോ ആയോ? എഡിറ്റർ ഓഡിയോ ആയോ? നമ്മുടെ പവിത്രാജി ഇപ്പൊ നമ്മുടെ കൂടെ ഒന്ന് ആഡായി വരുന്നതാണ്. ഞാൻ ആഡ് ചെയ്യാൻ വിട്ടിട്ടുണ്ട്. ഹലോ, ഞാന് പവിത്രയ്ക്ക് ഒരു റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട്. എൻ്റെ സ്ലോ കണക്ഷൻ ആയതുകൊണ്ടാന്ന് തോന്നുന്നു ആയിട്ടില്ല. ഒന്നും സംഭവിച്ചില്ല. ഹലോ.
അപ്പോൾ നമുക്ക് പതുക്കെ സ്റ്റാർട്ട് ചെയ്താലോ? കണക്ഷൻ ഫെയിലാ കാണിക്കുന്നത്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇൻവൈറ്റ് വന്നില്ല, പ്ലീസ് സ്റ്റാർട്ട്. ഓക്കെ, എനിക്കിവിടെ കണക്ഷൻ ഫെയിൽഡാണ് കാണിച്ചത്. അപ്പോൾ ഓക്കെ, നമുക്കപ്പോൾ ഇന്നത്തെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. കുസൃതി ചോദ്യങ്ങളായിട്ട് ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും സഹകരിക്കുക. ഇതിൽ കുറച്ച് GK വരും, കുറച്ച് കുസൃതി ചോദ്യങ്ങൾ വരും, പിന്നെ അങ്ങനത്തെ ചില ചോദ്യങ്ങളൊക്കെയാണ് ഉള്ളത്, കുറച്ച് മാത്സ് വരുന്നുണ്ട്, അങ്ങനെയൊക്കെയാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമുക്കൊരു കുസൃതി ചോദ്യം കൊണ്ട് തുടങ്ങാൻ തോന്നുന്നു അല്ലെ? ഒരു കുസൃതി ചോദ്യം തുടങ്ങട്ടെ. ആദ്യത്തെ ചോദ്യം, റേഡിയോ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ വെച്ചാൽ എന്ത് കിട്ടും? റേഡിയോ, ആദ്യത്തെ ചോദ്യമാണ്, റേഡിയോ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ വെച്ചാൽ എന്ത് കിട്ടും? കുസൃതിയായിട്ട് ആലോചിക്കുക കേട്ടോ, വേറെ വലിയ സീരിയസ് ആയിട്ടൊന്നും ആലോചിക്കണ്ട. കുസൃതി ചോദ്യമാണ്, അപ്പോ കുസൃതി പോലെ തന്നെ ആലോചിക്കുക. റേഡിയോ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ വെച്ചാൽ എന്ത് കിട്ടും? ആരെങ്കിലും എന്തെങ്കിലും മെസ്സേജ് അയക്കണ്ടോന്ന് അറിയുന്നില്ല, ഒന്നും വന്നിട്ടില്ല ഇവിടെ. റേഡിയോ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ വെച്ചാൽ എന്ത് കിട്ടും? സ്ലോ കണക്ഷൻ വീണ്ടും എഴുതി കാണിക്കുന്നുണ്ട്. ആശാൻ നമ്മളെ ചതിക്കാനുള്ള പരിപാടിയാണോ എന്നറിയില്ല. ആരെങ്കിലും ഉത്തരം പറയുന്നുണ്ടോ? തണുത്ത് കിട്ടും. റേഡിയോ തണുത്ത് കിട്ടും, ശരിയാ. പക്ഷെ വേറെ കുറച്ചും കൂടെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഉത്തരം, എനിക്കൊരു ഉത്തരം ഉണ്ട്, പക്ഷെ നിങ്ങൾ നല്ല രസകരമായ ഒരു ഉത്തരം തന്നാ ഞാൻ അതിന് പോയിന്റ് തരും കേട്ടോ. റേഡിയോ ഫ്രിഡ്ജിൽ വെച്ചാൽ തണുത്ത് കിട്ടും, ശരിയാ. എന്താണെന്ന് തണുത്ത് കിട്ടും. ഇന്ന് ജയശ്രീ ജോൺ തോൽപ്പിക്കും, നോക്കിക്കോ. തണുപ്പാണോ? അതിപ്പോ എന്ത് ഫ്രിഡ്ജിൽ വെച്ചാലും തണുപ്പ് കിട്ടും, തണുത്ത് കിട്ടും. പക്ഷെ റേഡിയോ, പെർട്ടിക്കുലർലി റേഡിയോ ഫ്രിഡ്ജിനുള്ളിൽ വെച്ചാൽ കൂൾ ഓഡിയോ. അടിപൊളി ഉത്തരാണ് ലക്ഷ്മി പ്രഭ, കൊള്ളാട്ടോ. കൂൾ ഓഡിയോ, എന്റെയും ഉത്തരം ഇങ്ങനെയൊക്കെ ഇരിക്കും. കൂൾ ഓഡിയോ കൊടുക്കാവുന്ന ഒരു നല്ലൊരു ഉത്തരമാണ് കേട്ടോ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്കിവിടെ വേറെ ഒന്നും വന്നിട്ടില്ല കമന്റ്സ്. ഉത്തരം കൂൾ ഓഡിയോയിൽ ഇങ്ങനെ നിൽക്കുകയാണ്, സ്റ്റക്കായി നിൽക്കുകയാണ്. ആരെങ്കിലും ഉണ്ടോ? മേ ബി അടുത്തതിലേക്ക് പോകാമെന്ന് തോന്നുന്നു. എനിക്കിവിടെ വേറെ ആൻസേഴ്സ് ഒന്നും വന്നിട്ടില്ല. അപ്പോ നമുക്ക് കൂൾ ഓഡിയോ ലക്ഷ്മി പ്രഭയ്ക്ക് കൊടുക്കാം. അപ്പൊ ലക്ഷ്മി പ്രഭയ്ക്ക് ഒരു പോയിന്റ് കിട്ടിയേ. കൂൾ ഓഡിയോ നല്ല ഉത്തരാണ്. ഞാൻ ഉദ്ദേശിച്ചിരുന്ന ഉത്തരം കൂൾ മ്യൂസിക് എന്നാണ്. ഓക്കെ, അപ്പൊ ഇതിനും കൊടുക്കാം. നല്ല അടിപൊളി പരിപാടിയാണ് എന്തായാലും. അടുത്ത ചോദ്യം ചോദിക്കട്ടെ. അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യമാണ്, പൊട്ടിച്ചാൽ മാത്രം പച്ചക്കറികൾക്കും പഴയ ചോറിനും റേഡിയോ കേൾക്കാം. പവിത്ര ഉണ്ണിയുടെ ഉത്തരം ഇപ്പോഴാണ് കിട്ടിയത്, നടക്കട്ടെ എന്ന് KM ജലീൽ പറയുന്നുണ്ട്. അപ്പൊ അടുത്ത ചോദ്യമാണ്. അടുത്ത ചോദ്യത്തിന് ഉത്തരം പറയുന്നവർ നോക്കട്ടെ. പൊട്ടിച്ചാൽ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന സാധനം എന്താണ്? പൊട്ടിച്ചാൽ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന സാധനം എന്താണ്? ഉത്തരങ്ങൾ പോരട്ടെ. പൊട്ടിച്ചാൽ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന സാധനം എന്താണ്? എനിക്കറിയാം, പറയൂ. മുട്ട. യെസ്, വെറുതെ അല്ല. നമ്മുടെ പവിത്രജി പറഞ്ഞിരുന്നു ജയശ്രീ ഇത് കൊണ്ടുപോകുന്നു. ജയശ്രീ ജോൺ അങ്ങനെ
ഒരു ഉത്തരം പറഞ്ഞുകൊണ്ട് മുട്ട അനാമികയും സിനി ജേക്കബും എല്ലാവരും എഗ്ഗും മുട്ടയൊക്കെ ആയി വന്നിട്ടുണ്ട് ഇവിടെ. എന്തായാലും അടിപൊളി, താങ്ക് യു. എല്ലാവർക്കും അറിയാവുന്ന ഉത്തരമായിരുന്നു തോന്നുന്നല്ലേ. പക്ഷെ ആദ്യം പറഞ്ഞത് ജയശ്രീ ജോൺ ആണ്. അതേ ലക്ഷ്മി പ്രഭയും മുട്ടയായിട്ട് വന്നിട്ടുണ്ട്. കോഴിമുട്ടയാണോ? അതെ, കോഴിമുട്ടയാണ്. അപ്പൊ അങ്ങനെ 2 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി കുറച്ച് ടഫായി വരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അടുത്ത ഇത്തിരിയും കൂടെ ഒന്ന് ടഫാക്കാൻ പോവാണ്. അതായത് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുകയാണെ. 3ാമത്തെ ചോദ്യം പാലക്കാട് കേരളത്തിലാണ്, നാഗർകോവിൽ തമിഴ്നാട്ടില്, കൊഹിമ നാഗാലാൻഡില്. അങ്ങനെയാണെങ്കിൽ സൂറത്തോ? പാലക്കാട് കേരള, നാഗർകോവിൽ തമിഴ്നാട്, കൊഹിമ നാഗാലാൻഡ്. അങ്ങനെയാണെങ്കിൽ സൂറത്തോ? ഇതാണ് ചോദ്യം. കോഴിമുട്ടയാണോന്ന് രാജറ ചോദിച്ചു നിൽക്കുകയാണ്. ഷിജു ഗുജറാത്തിൽ. ശരിയാണ്. പവിത്ര ഉണ്ണിയുടെ ഉത്തരം ശരിയാണ്. നീനു രഞ്ജിത്ത് ബീഹാറിലേക്ക് പോയോ? അയ്യോ, ബീഹാർ വരെ പോണ്ടായിരുന്നു, ഇപ്പുറത്തുണ്ടായിരുന്നു, ഗുജറാത്തിലായിരുന്നു നമ്മുടെ സൂറത്ത്. അപ്പൊ പവിത്ര ഉണ്ണിക്ക് 1 പോയിന്റ് കിട്ടിയിരിക്കുകയാണ്. ലക്ഷ്മി പ്രഭ ഗുജറാത്ത് പറഞ്ഞു, സ്റ്റീഫൻ തോമസ് ഗുജറാത്ത് പറഞ്ഞു, സന്ന ചേച്ചി സൂറത്ത് പറഞ്ഞു. സൂറത്ത് എവിടെയാണെന്നാ ചേച്ചി ചോദിച്ചത് ഞാൻ. അപ്പൊ സൂറത്ത് ഏത് സ്റ്റേറ്റിലാണെന്നാണ് ഉദ്ദേശിച്ചത്. അപ്പൊ അത് ഗുജറാത്താണ്. അപ്പൊ ഗുജറാത്തിന് നമുക്ക് പവിത്ര ഉണ്ണിക്ക് നമുക്ക് സമ്മാനം കൊടുക്കാം. 1 പോയിന്റ് ഇപ്പൊ പവിത്രജിക്ക് പോയി. അപ്പോ അങ്ങനെ എല്ലാവരും ഓരോ പോയിന്റിലൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. അടുത്തത് മലയാളത്തിന്റെ തനതായ കല ആയിട്ടും വന്നിരിക്കുകയാണ് ഞാൻ. അടുത്തത് കഥകളിയാണ് കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കട്ടെ. അപ്പോ 4ാമത്തെ ചോദ്യമായിട്ട് വരും. 4ാമത്തെ ചോദ്യം, കഥകളിയിലെ ഈ 5 വേഷങ്ങൾ ശ്രദ്ധിക്കുക. ഇതില് സ്ത്രീ വേഷം ആരുണ്ട് ഇവിടെ ഞങ്ങളെ തോൽപ്പിക്കാനല്ലേ ജയശ്രീ ജോൺ? ആഹാ, ശരി, അങ്ങനെയൊക്കെയാണോ? കഥകളി കലാകാരന്മാരെ ഓടി വരൂ. അപ്പോ നിങ്ങൾക്ക് വേണ്ടിയുള്ള ചോദ്യമാണ്. കഥകളിയിൽ 5 വേഷങ്ങൾ പറയാൻ പോവാണ്. കത്തി, പച്ച, താടി, മിനുക്ക്, കരി. ഈ വേഷങ്ങളില് ഓഡ് മാൻ ഔട്ട് ഏതാണ്? ഇതില് ഓഡ് മാൻ ഔട്ട് ക്ലൂ തരാം. അതായത് ഇതില് സ്ത്രീകൾ ചെയ്യുന്ന വേഷം ഏതാണ്? ബാക്കിയെല്ലാം പുരുഷന്മാര് മാത്രമേ ചെയ്യുള്ളൂ. സ്ത്രീകൾ ചെയ്യുന്ന വേഷം ഏതാണ്? വേഗം വരൂ ഉത്തരം പറയാൻ എന്ന് നമ്മുടെ ഒഫീഷ്യൽ ഗ്രൂപ്പില് നമ്മുടെ ജയശ്രീ എല്ലാവരും ഉത്തരം വേഗം കമന്റ് ചെയ്യൂ. അപ്പോ ചോദ്യം ഇതാണ്. കഥകളിയിലെ 5 വേഷങ്ങളിൽ, അതായത് കത്തി, പച്ച, താടി, മിനുക്ക്, കരി എന്നിവയിൽ ഓഡ് മാൻ ഔട്ട് ഏതാണെന്നാണ് ചോദ്യം. അതായത് സ്ത്രീകൾ ചെയ്യുന്ന വേഷം ഏതാണെന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ബാക്കിയെല്ലാം പുരുഷന്മാർ ചെയ്യുന്ന വേഷമാണ്. സ്ത്രീകൾ ചെയ്യുന്ന വേഷം ഏതാണെന്ന് സന്ന ചേച്ചി മിനുക്ക് പറഞ്ഞിട്ടുണ്ട്. വളരെ ശരിയാണ്. പവിത്രജി പച്ചയായിട്ട് വന്നിട്ടുണ്ട്. പച്ച ആണുങ്ങൾ ചെയ്യുന്ന വേഷമാണ് എന്നാണ് നോക്കിയപ്പോ എനിക്ക് കണ്ടത്. എനിക്കിതിനെ കുറിച്ച് വലിയ വിവരമൊന്നും ഉണ്ടായിട്ടല്ല. പക്ഷെ മിനുക്കാണ് കൃത്യമായിട്ടുള്ള ഉത്തരം. അപ്പൊ സന്ന സലീന എന്ന നമ്മുടെ പ്രിയപ്പെട്ട സലീന ചേച്ചി 1 പോയിന്റുമായി നമ്മുടെ സ്കോർ ബോർഡിൽ ഇടം നേടിയിരിക്കുകയാണ്. അപ്പോ മിനുക്കാണ് അതിന്റെ ഉത്തരം. മിനുക്കാണ് സ്ത്രീകൾ ചെയ്യുന്ന വേഷം. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കട്ടെ. 5ാമത്തെ ചോദ്യം കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോകുന്നുണ്ടോ? ഞാനപ്പോ ഇതുവരെയുള്ള സ്കോർ ഒന്ന് വായിക്കട്ടെ. ആൾക്കാരൊക്കെ കുറവാണോ ഇവിടെ? ആൾക്കാരൊക്കെ ഉണ്ടോ? ഒരെണ്ണം ശരിയായിരുന്നു. യെസ്. അങ്ങനെ സലീന ചേച്ചി നമ്മുടെ പ്രിയപ്പെട്ട ആളും സ്കോർ ബോർഡിലേക്ക് കയറിയിരിക്കുകയാണ്. ഇപ്പൊ എല്ലാവർക്കും ഓരോ പോയിന്റ് കേട്ടോ. അപ്പൊ ആദ്യത്തെ പോയിന്റ് സ്കോർ ചെയ്തത് ലക്ഷ്മി പ്രഭയാണ് 1 പോയിന്റ്, ജയശ്രീ ജോണിന് 1 പോയിന്റ്, പവിത്ര ഉണ്ണിക്ക് 1 പോയിന്റ്, സന്ന സലീനയ്ക്കും 1 പോയിന്റ്. ലക്ഷ്മി പ്രഭയും കൃത്യമായിട്ട് പറഞ്ഞു മിനുക്ക് തന്നെയാണ് ഉത്തരം. വളരെ കറക്റ്റ് ആണ്. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം 5ാമത്തെ ചോദ്യമാണ്. 5ാമത്തെ ചോദ്യം രവിക്ക്. അപ്പൊ ചോദ്യം ശ്രദ്ധിക്കുക. 5ാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. രവിക്ക് 5 പെൺമക്കൾ ഉണ്ട്. രവിക്ക് 5 പെൺമക്കളുണ്ട്.
ഓരോ മക്കൾക്കും ഒരു ബ്രദർ ഉണ്ട്. ഓക്കെ, ഓരോ മക്കൾക്കും ഒരു ആങ്ങളയുണ്ട്. എങ്കിൽ രവിക്ക് ആകെ മൊത്തം എത്ര മക്കളുണ്ട്? ഓക്കെ, ചോദ്യം, രവിക്ക് 5 പെൺമക്കളുണ്ട്. ഓരോ മക്കൾക്കും, ഓരോ പെൺമക്കൾക്കും, ഓരോ മകൾക്കും ഒരു ബ്രദർ ഉണ്ട്. അപ്പൊ രവിക്ക് ആകെ എത്ര മക്കളുണ്ടെന്ന്? രവിക്ക് 5 പെൺമക്കളുണ്ട്. ഓരോ മകൾക്കും ഒരു ബ്രദർ ഉണ്ട്. സുമയ്യ അടിയാട്ടിൽ ആണ് കൃത്യമായ ഉത്തരവുമായി 6 എന്ന ഉത്തരവുമായി വന്നിട്ടുണ്ട്. ലക്ഷ്മി പ്രഭ 6, സന്ന ചേച്ചി 6, നീനു 6, എല്ലാവരും വളരെ കറക്റ്റ് ആയിട്ട് തന്നെ അതിലേക്ക് എത്തി കേട്ടോ. അപ്പോ പക്ഷെ ഇതിന്റെ ഫസ്റ്റ് പറഞ്ഞത് സുമയ്യാണ്. എൻ്റെ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. സുമയ്യക്കാണ് ഒരു പോയിന്റ് വന്നിട്ടുള്ളത്. വെരി ഗുഡ്, വെരി ഗുഡ്. എല്ലാവർക്കും 6 എന്നുള്ള ഉത്തരം കിട്ടി എന്നുള്ളത് അടിപൊളിയായി. അപ്പോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടന്നാലോ? 6, യെസ്. അജിത് രാജ്, പവിത്ര ഉണ്ണി, ജയശ്രീ ജോൺ, അനാമിക, ശാലിനി എല്ലാവരും 6ലേക്ക് എത്തി. ഇത്രയും പേരൊക്കെ കാണുന്നുണ്ട് എന്നുള്ളതിൽ തന്നെ ഭയങ്കര സന്തോഷം. കാരണം എനിക്കിവിടെ 3 എന്നാ കാണിക്കുന്നത് വ്യൂവേഴ്സ്. അപ്പൊ പക്ഷെ ഇതിലും കൂടുതൽ ഉണ്ടെന്ന് മനസ്സിലായി ഇപ്പൊ ഇത്ര ഉത്തരങ്ങൾ വന്നപ്പോ. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടന്നാലോ? അടുത്ത 6ാമത്തെ ചോദ്യമാണ്. 6ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുമ്പോ ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു സിനിമയ്ക്ക് പോണ പരിപാടി കേട്ടോ. സിനിമയ്ക്ക് പോവാൻ ഞാൻ. നിങ്ങള് 2 കൂട്ടുകാരെ ഒരേ സമയം സിനിമയ്ക്ക് കൊണ്ടുപോകുന്നതാണോ അതോ ഓരോരുത്തരെ ഓരോ പ്രാവശ്യം കൊണ്ടുപോകുന്നതാണോ ലാഭം? അതായത് നിങ്ങൾ സിനിമയ്ക്ക് പോവാണ്, നിങ്ങളാണ് കാശ് കൊടുക്കുന്നത്. നിങ്ങൾ 2 കൂട്ടുകാരെയും കൊണ്ട് പോവാ. 2 കൂട്ടുകാരെ ഒരേ സമയം കൊണ്ടുപോകുന്നതാണോ നിങ്ങൾക്ക് ലാഭം അതോ ഓരോരുത്തരെ ഓരോ പ്രാവശ്യമായിട്ട് കൊണ്ടുപോകുന്നതാണോ ലാഭം എന്ന്? ഏതാണ് ലാഭം? കേസ് 1 ആണോ കേസ് 2 ആണോ എന്ന് പറഞ്ഞാൽ മതി. 1 ആണോ 2 ആണോ? 2 പേരെയും കൊണ്ട് ഒരു തവണ പോകുന്നത്. രമ്യ ഭാരതി ഇസ് ബാക്ക് ഓൺ ദ ക്രീസ്. യെസ്, വെൽക്കം. ഒരേ സമയം, അതെ, ഒരുമിച്ച് 2 പേരെയും കൊണ്ട് ഒരു തവണ പോകുന്നതാണ് ലാഭം. ജയശ്രീ ജോൺ അങ്ങനെ 2 മക്കളെ ഒരുമിച്ച് കൊണ്ടുപോകുന്നതാണ് ലാഭം എന്ന് പണ്ടേ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അപ്പൊ എന്തായാലും കേസ് 1. അനാമികയ്ക്ക് കേസ് 2 ആണ് ലാഭം. 2 മക്കളുണ്ട്, ഓരോരുത്തരും ഓരോ പ്രാവശ്യം കൊണ്ടുപോകുന്നതാണ് ആൾക്ക് ലാഭം എന്നാണ് ആള് മനസ്സിലാക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ആദ്യം ഇതിന് ഉത്തരം പറഞ്ഞത് ആരാണെന്നൊന്ന് നോക്കട്ടെ. അപ്പൊ ജയശ്രീ ജോൺ ആണ് ഉത്തരം പറഞ്ഞത്. 2 പേരെയും കൊണ്ട് ഒരു തവണ പോകുന്നതാണ് ലാഭം എന്നാ പറഞ്ഞിട്ടുള്ളത്. രമ്യ മിസ്സും ഒരേ സമയം എന്നാ പറഞ്ഞിട്ടുള്ളത്. ശാലിനി ഒരേ സമയമാണ്. സന്ന ഒരുമിച്ച്, അജിത് രാജ് ഒരുമിച്ച്, ലക്ഷ്മി പ്രഭ ഒരുമിച്ച്, സുമയ്യൻ കേസ് 1 ആണെന്ന് പറഞ്ഞിട്ടുള്ളത്. അനാമിക കേസ് 2 എന്ന് പറഞ്ഞിട്ടുണ്ട്. പവിത്ര ഉണ്ണി കേസ് 1. അതെ, ആദ്യത്തെ കേസിൽ നമുക്ക് 3 ടിക്കറ്റ് എടുത്താൽ പോരെ. കാരണം ഞാനിപ്പോ 2 പേരും കൊണ്ട് പോകുന്നു, അപ്പൊ 3 ടിക്കറ്റ് എടുത്താൽ പോരെ. പക്ഷെ 2ാമത്തെ കേസിൽ ഞാൻ ആദ്യം ഒരാളെ കൊണ്ട് പോകുന്നു, അപ്പൊ 2 ടിക്കറ്റ് എടുക്കണം. 2ാമത് വേറൊരാളെ കൊണ്ട് പോകുന്നു, അപ്പൊ വീണ്ടും 2 ടിക്കറ്റ് എടുക്കണം. അപ്പൊ 4 ടിക്കറ്റ് മൊത്തം എടുക്കണ്ടേ? അപ്പൊ ചെലവല്ലേ? അപ്പൊ ലാഭം എന്തായാലും 1ാമത്തെ കേസ് തന്നെ ആണ്. അപ്പൊ അനാമിക പറഞ്ഞിട്ടുള്ളത് 2 സിനിമ കാണാം. അങ്ങനെ 2 സിനിമ കാണാം. ആള് വളരെ ബുദ്ധിമുട്ടിയാണ്. ആളിവിടെ ഒന്നും ജനിക്കേണ്ട ആളെ അല്ലാന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ജയശ്രീ ജോണിന് ഒരു പോയിന്റും കൂടെ കിട്ടി. ഇപ്പൊ ലീഡർ ബോർഡില് ആദ്യമായി ഫസ്റ്റ് വന്നിരിക്കുകയാണ്. ജയശ്രീ ജോണിന് 2 പോയിന്റോടുകൂടി എല്ലാവരെയും കടത്തി വെട്ടിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുമ്പോ അടുത്തത് നമുക്ക് വീണ്ടും എന്ത് വേണം? കുറച്ച് GK ആയാലോ? ഒരു ജോഗ്രഫിമ പിടിക്കാം അടുത്തത്. അപ്പോ അനാമിക അടിപൊളിയായിട്ടുണ്ടെന്ന്. അത് ശരിയാ, അനാമിക പുലിയാന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്തായാലും. അപ്പൊ അടുത്തത് നമുക്ക് ഒരു ഇന്ത്യൻ ജോഗ്രഫിമ പിടിക്കാൻ പോവാണേ. അപ്പൊ ഒരു ചോദ്യം, ഓഡ് മാൻ ഔട്ട് ആരാന്ന് കണ്ടുപിടിക്കണം കേട്ടോ. ഓഡ് മാൻ ഔട്ടില് ഞാൻ കുറച്ചൊരു 5 പർവ്വതങ്ങളുടെ പേര് പറയാൻ പോവാണ്, പർവ്വതനിരകളുടെ പേര് പറയാൻ പോവാണ്. ഇതിൽ ഓഡ് മാൻ ഔട്ട് ഏതാണെന്ന് പറയണം. ഒരു 4 എണ്ണേ ഉള്ളൂ. ഹിമാലയാസ്, അരവല്ലി, പശ്ചിമഘട്ടം, കാഞ്ചൻജംഗ. ഡിലേ ലൈവ് ഉണ്ട്, ലൈവില് ഡിലേ ഉണ്ട്. ഓക്കെ, ഞാൻ ചോദ്യം കേൾക്കുന്നതിന് മുന്നേ ഉത്തരം വരുക. ഓക്കെ, ഡിലേ ഉണ്ട് അല്ലേ? ഐ എം സോറി, എനിക്ക് തോന്നുന്നു എന്റെ കണക്ഷന്റെ പ്രോബ്ലം ആയിരിക്കാം. പക്ഷെ ഇവിടെ 398 kbps ഒക്കെ കാണിക്കുന്നുണ്ട്. യെസ്, ഉത്തരമൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഉത്തരങ്ങൾ വന്നു തുടങ്ങി. ഹിമാലയ, അരവല്ലി, പശ്ചിമഘട്ടം, കാഞ്ചൻജംഗ. ഇതില്
ഏതാണ് ഓഡ് മാൻ ഔട്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വൈശാഖ് ജയ് കാഞ്ചൻജംഗ എന്ന് പറഞ്ഞിട്ടുണ്ട്. രമ്യ ഭാരതി പശ്ചിമഘട്ടം എന്ന് പറഞ്ഞിട്ടുണ്ട്. ജയശ്രീ ജോണും പശ്ചിമഘട്ടം എന്ന് പറഞ്ഞിട്ടുണ്ട്. പശ്ചിമഘട്ടം എന്ന് പറയുന്ന വെസ്റ്റേൺ ഗട്ട്സ്. ലക്ഷ്മി പ്രഭ പശ്ചിമഘട്ടം പറഞ്ഞിട്ടുണ്ട്. രാജ്ര കാഞ്ചൻജംഗ പറഞ്ഞിട്ടുണ്ട്. അജിത് രാജ് പറയുന്നുണ്ട് എനിക്ക് അറിഞ്ഞുകൂടാന്ന് പറയുന്നുണ്ട്. ആള് തോൽവി സമ്മതിച്ചു കഴിഞ്ഞു. ചോദ്യം കേട്ടും തോന്നുന്നു. എന്തായാലും കാഞ്ചൻജംഗ പറയുന്ന സഹലയുണ്ട് ഇവിടെ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉത്തരങ്ങൾ ഉണ്ടോ? ഹിമാലയം ഉണ്ട്, അരവല്ലി ഉണ്ട്, പശ്ചിമഘട്ടം ഉണ്ട്, കാഞ്ചൻജംഗ ഉണ്ട്. ഇത് ആക്ച്വലി കറക്റ്റ് ഉത്തരം. ഓക്കെ, കറക്റ്റ് ഉത്തരം. ഞാൻ ഉദ്ദേശിച്ചത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓക്കെ, ഉദ്ദേശിച്ചത് കാഞ്ചൻജംഗയാണ്. കാരണം എന്താന്ന് വെച്ചാൽ അത് നേപ്പാളിലാണ് കാഞ്ചൻജംഗ, ബാക്കി എല്ലാം ഇന്ത്യയിലാണ്. ഇപ്പൊ ഹിമാലയ ആവട്ടെ, ആരവല്ലി ആവട്ടെ, പശ്ചിമഘട്ടം ആവട്ടെ, ഇതെല്ലാം ഇന്ത്യയിലാണ്. അപ്പോ ഹിമാലയം കഴിഞ്ഞ് ആരവല്ലിയിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ ഇങ്ങോട്ട് രാജസ്ഥാന്റെ ആ ഭാഗത്തേക്ക് വന്നല്ലോ. അത് കഴിഞ്ഞ് പശ്ചിമഘട്ടം സൗത്തിലേക്കും വന്നു. അപ്പൊ ഇന്ത്യയാണ് ഉദ്ദേശിച്ചത് ബാക്കിയെല്ലാം കൊണ്ടും. കാഞ്ചൻജംഗ നേപ്പാളിലേക്ക് പോയി. അപ്പോ നേപ്പാളിൽ പോയത് കൊണ്ട് കാഞ്ചൻജംഗയാണ് ഞാൻ ഉദ്ദേശിച്ച ഉത്തരം. എനിക്ക് പശ്ചിമഘട്ടം പറഞ്ഞവരുടെ പോയിന്റ് എനിക്ക് തോന്നുന്നു നിങ്ങൾ സൗത്തിൽ ആയതുകൊണ്ടും മറ്റേതൊക്കെ നോർത്തിലായതുകൊണ്ടുമാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ എടുക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അപ്പൊ കാഞ്ചൻജംഗ പറഞ്ഞ ആദ്യത്തെ ഉത്തരം അത് തന്നെയായിരുന്നു. ഒരു വൈശാഖ് ഒരു കാഞ്ചൻജംഗ പറഞ്ഞതായിട്ട് ഞാൻ കണ്ടല്ലോ എവിടെയോ. ഒരു വൈശാഖ് ജയ് ലീഡർ ബോർഡിലേക്ക് സ്വാഗതം. വൈശാഖ് ജയ് ഒരു പോയിന്റ് നേടി ലീഡർ ബോർഡിൽ സ്ഥാനം കുറിച്ചിരിക്കുകയാണ്. അപ്പോ പശ്ചിമഘട്ടക്കാരെ നിങ്ങള് അരികുവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. പശ്ചിമഘട്ടം അരികിലാണ്. ഇതുകൊണ്ട് അയ്യേ പൊട്ട തെറ്റുന്നു. ശരി, ഞങ്ങൾ ഉദ്ദേശിച്ചത് പശ്ചിമഘട്ടം സൗത്തിലാണെന്നും ബാക്കിയെല്ലാം നോർത്തിലാണെന്നും ആണ് അല്ലേ രമ്യ? മറ്റുള്ളവയെല്ലാം പർവ്വതനിരകളാണ്, കാഞ്ചൻജംഗ പർവ്വതമാണ്. ഓക്കെ, ആൾ അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, നമുക്ക് എന്ത് തന്നെ ആയാലും അതിന് കൊടുക്കാം. കാഞ്ചൻജംഗ തന്നെയാണ് നമുക്ക് ഉത്തരം കൊടുക്കാം. കറക്റ്റ് ആണ്. കാഞ്ചൻജംഗ നേപ്പാളിലാണ്. ഈ പറഞ്ഞ പോലെ പർവ്വതമാണ്, പർവ്വതനിരകളുടെ കൂട്ടത്തിൽ പെടില്ല. അപ്പൊ നമുക്കത് കൊടുക്കല്ലേ? ഓക്കെ, അപ്പോ നമുക്ക് അടുത്ത ഇതിലേക്ക് പോയാലോ? അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? ഇവിടെ വേറെ വലിയ മതി ഒന്നും പറയണ്ടെന്ന് എന്നോടാണോ? അത് ശരി. ഇതിന് ജയശ്രീക്കുള്ള ഇതാണ് അജിത് രാജിന്റെ ജോഗ്രഫി ക്ലാസ്സിൽ ഉറങ്ങിയതിന്റെ ഗുണമാണ്. വൈശാഖ് പറഞ്ഞത് ശരിയാ, ഞാനും അതാണ് ഓർത്തത്. ഓക്കെ, അപ്പോൾ എല്ലാ ജോഗ്രഫി ക്ലാസ്സിൽ ഉറങ്ങിയവരും ഉറങ്ങാത്തവരും ആരൊക്കെയാന്നൊക്കെ നമുക്കിപ്പോ മനസ്സിലായി എന്തായാലും. അതുകൊണ്ട് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം എന്തായാലും. അപ്പൊ 7ാമത്തെ ചോദ്യം കഴിഞ്ഞ 8ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. 8ാമത്തെ ചോദ്യം വരുമ്പോ നമുക്ക് ഞാൻ റാണിയുടെ കഥ പറയാൻ പോവാം. ഓക്കെ, റാണി 8ാമത്തെ ചോദ്യത്തിലെ റാണിയാണ്. റാണിയുടെ മകൾ ജോഗ്രഫി ക്ലാസ്സിൽ ഉറങ്ങിയതിന്റെ ജോഗ്രഫി ക്ലാസ്സിലും എല്ലാ ക്ലാസ്സിലും ഉറങ്ങുക തന്നെയായിരുന്നു എന്ന് തോന്നുന്നുണ്ട് ഞങ്ങൾ എല്ലാവരും. എന്തായാലും ചോദ്യമാണ്, റാണിയുടെ കഥയാണ്. റാണിയുടെ മകൾ എന്റെ മകളുടെ അമ്മയാണെങ്കിൽ ഞാനും റാണിയും തമ്മിൽ എന്താണ് ബന്ധം? ഓക്കെ, റാണിയുടെ മകൾ എന്റെ മകളുടെ അമ്മയാണെങ്കിൽ ഞാനും റാണിയും തമ്മിൽ എന്താണ് ബന്ധം? ഞാനും റാണിയും തമ്മിൽ വല്ല ബന്ധവും ഉണ്ടോ? സ്ലോ കണക്ഷൻ എഴുതുന്നുണ്ട്. ഞാൻ ചോദിച്ചത് എല്ലാവരും കേട്ടോന്നും മനസ്സിലാവുന്നില്ല. റാണിയുടെ മകൾ എന്റെ മകളാണ് റാണി. എന്റെ മകളല്ല. അയ്യോ, ആരും ചോദിച്ചില്ല, ആരും കേട്ടിട്ടില്ല എന്ന് തോന്നുന്നു. റാണിയുടെ മകൾ. ഓക്കെ, റാണിയുടെ മകൾ എന്റെ മകളുടെ അമ്മയാണ്. അപ്പൊ ഞാനും റാണിയും തമ്മിൽ എന്താ ബന്ധം? ഞാൻ പെണ്ണാട്ടോ, ഞാൻ പെണ്ണല്ലേ? ഞാനൊരു സ്ത്രീയാണ്. റാണിയുടെ മകൾ, ഏതോ റാണിയുടെ മകള്. കൺഫ്യൂഷൻ ആയല്ലോ റാണിന്ന്. ഞാനല്ല റാണി, റാണി വേറെ ആരോ ആണ്. ആ റാണിയുടെ മകള് എന്റെ മകളുടെ അമ്മയാണ്. അങ്ങനെയാണെങ്കിൽ ഞാനും റാണിയും തമ്മിൽ എന്താ ബന്ധം? ഞാൻ പറഞ്ഞിട്ടുണ്ട്, നോക്ക്. ഭാര്യ അല്ല മിസ്റ്റർ അജിത് രാജ്, എന്റെ മകളാണ് റാണി.
അച്ഛനാണ്. എന്റെ ദൈവമേ, റാണി അച്ഛനാക്കിയോ? ലക്ഷ്മി പ്രഭേ, രാജാവ് എന്നല്ല, ഞാൻ റാണി എന്നാ പറഞ്ഞ. ഭാര്യ, മദറിൻലോ, ഹസ്ബൻഡ്, അമ്മയും മോളും. അമ്മയും മോളും വന്നിട്ടുണ്ടല്ലോ. മകൻ, കൺഫ്യൂഷൻ ആയല്ലോ. മകള്, റാണിയുടെ മകള്. അമ്മേ, ഫൈനലി. അനാമിക കൃത്യമായിട്ട് അമ്മയും മകളെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ആരാണ് അമ്മ ആരാ മോളെന്ന് പറഞ്ഞിട്ടില്ല. മകൻ, മകള്, റാണിയുടെ മകള്. സുമയ്യാണ് വ്യക്തമായിട്ട്. അമ്മയും മോളും, മദർ ഇൻ ലോ. അങ്ങനെയാണെങ്കിൽ ആദ്യം പറയണമായിരുന്നു ആണും പെണ്ണും ആവാലോ. ഈശ്വര. റാണിയുടെ മോളുടെ ഭാര്യ എന്താന്ന് റാണിയുടെ മോളിന്റെ ഭാര്യന്ന്. ഞാനാണ് റാണി. ഈശ്വര, ക്വസ്റ്റ്യൻ ഇൻവാലിഡ്. സത്യമായിട്ട് ഞാനാണോ അമ്മ? അങ്ങനെയാണെങ്കിൽ അതെ. അയ്യോ, ഇവിടെ അടിയാണോ? ക്വസ്റ്റ്യൻ ഇൻവാലിഡ് ആണോ? അയ്യോ, ഇത്ര സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ഇൻവാലിഡ് ആവണത്? ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. റാണിയുടെ മോള് എന്റെ ഭാര്യന്ന്. ഓക്കെ, റാണിയുടെ മോൾ എന്റെ ഭാര്യയെന്ന്. പക്ഷെ ഞാൻ പെണ്ണല്ലേ? അയ്യോ, ഇത് പഴയ കാലത്തെ, ശരിക്കും ആണും പെണ്ണും കല്യാണം കഴിച്ച് ജീവിച്ചിരുന്ന കാലത്തെ കഥകളാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, നമ്മുടെ ഇപ്പോഴും നിയമം വന്നിട്ടില്ലല്ലോ ലെസ്ബിയൻ മാരേജിനും ഗേ മാരേജസിനും. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയുമോ? ക്വിസ് മിസ്ട്രസ് ഡിസിഷൻ ഇസ് ഫൈനൽ. ചോദ്യം ബഹിഷ്കരിച്ചാലോ, എന്നിട്ട് ഓടിപ്പോവാന്ന്. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാൻ പറഞ്ഞ സുമയ്യക്ക് വേണ്ടി. റാണിയുടെ മകൾ എന്റെ മകളുടെ അമ്മയാണെങ്കിൽ ഞാനും റാണിയും തമ്മിൽ എന്താണ് ബന്ധം? ഞാൻ പെണ്ണാണ്, ഞാൻ ഒരു പെണ്ണാണ് എങ്കിൽ ഞാനും പെണ്ണാണെന്ന് മനസ്സിലാവാത്തവർ കുറച്ചു പേരുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഓക്കെ എന്റെ ഭാര്യയാണെന്ന് വിചാരിച്ചു, അങ്ങനെയുള്ളവരുണ്ട്. അപ്പോൾ എന്റെ മദറിലോ ആണെന്ന് വിചാരിച്ചവരുണ്ട്. ശരിയാണ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യാം. ഞാൻ അവസാനമാണ് പറഞ്ഞത്, മറ്റേ ഇത് ഞാൻ പെണ്ണാണെന്നുള്ള വിഷയം പറഞ്ഞത് അവസാനമാണ്. ഓക്കെ, കുഴപ്പമില്ല. ശരിയാണ്. ഞാൻ റാണിയുടെ മകളാണ്, അമ്മയും മകളും ആണ്. അതാണ് ഉത്തരം. പക്ഷെ പറയുന്ന ആള് ആണാണെങ്കിൽ മദറിലോ ആണ് റാണി. അതെ, അല്ലെങ്കിൽ അമ്മയാണ് റാണി. മനസ്സിലായി? അപ്പോ ഞാൻ പറഞ്ഞത് വ്യക്തമായില്ല. അതായത് ആദ്യം ആർക്കും മനസ്സിലായില്ല ഞാൻ പെണ്ണാണെന്നുള്ള കാര്യം. കണ്ടിട്ടൊന്നും മനസ്സിലാവുന്നില്ല. ഞാനിപ്പോ എന്ത് ചെയ്യാൻ? അതേ പെണ്ണാണ്. പെണ്ണായി പറഞ്ഞേ. അപ്പോ പെണ്ണായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ആണാണോ പെണ്ണാണോ എന്ന് ഡൗട്ട് വന്നുകൊണ്ട് നമുക്കത് ക്യാൻസൽ ചെയ്യാം. കുഴപ്പമില്ല, ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യാം. അപ്പൊ 8ാമത്തെ ചോദ്യം, നമുക്ക് മറ്റൊരു ചോദ്യത്തിലേക്ക് കടക്കുകയാണ് നമ്മള്. ഞാനൊരു മാന്ത്രിക കുടത്തിന്റെ ചോദ്യത്തിലേക്ക് വരാം. ഓക്കെ, അപ്പോ 8ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തേ. 8ാമത്തെ ചോദ്യം ഇനി ഇതാണ്. ഒരു മാന്ത്രിക കുടം ഉണ്ട് കേട്ടോ. ആ മാന്ത്രിക കുടത്തിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാണയം വെച്ചിട്ടുണ്ട്. ആ മാന്ത്രിക കുടം, അത് കുടം നമ്മുടെയൊക്കെ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ നമ്മളിപ്പോ ആരായെന്ന് അറിയാനോ. ഒരു കുടമുണ്ട്, കുടത്തിനുള്ളൊരു നാണയം വെച്ചിട്ടുണ്ട്, ഒരു കോയിൻ വെച്ചിട്ടുണ്ട്. അത് പിറ്റേ ദിവസം 2 നാണയമായി മാറും. ഒരു ദിവസം ഒരു നാണയം വെച്ചു, പിറ്റേ ദിവസം അത് 2 നാണയമായി മാറി. അങ്ങനെ അതിങ്ങനെ ഇരട്ടിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, 2 വെച്ചാൽ 4 എണ്ണമായി മാറും, 4 വെച്ചാൽ 8 എണ്ണമായി മാറും. അതങ്ങനെ ആ കുടത്തിൽ ഒരു നാണയം വെച്ച് തുടങ്ങിയതാണ്. പിറ്റേ ദിവസം 2 എണ്ണമായി, പിന്നെ 4 എണ്ണമായി. അതിങ്ങനെ പെറ്റ് പെരുകി 50ാമത്തെ ദിവസം ആ കുടം നിറഞ്ഞു. ഓക്കെ, എങ്കില് ആ കുടം എന്നാണ് പകുതി നിറഞ്ഞത്? ചോദ്യം, ഒരു മാന്ത്രിക കുടത്തിൽ ഒരു നാണയം വെച്ചിട്ടുണ്ട്, അത് പിറ്റേ ദിവസം 2 നാണയമായി മാറും. അങ്ങനെ പെറ്റു പെരുകി 50ാമത്തെ ദിവസം ആ കുടം നിറഞ്ഞു. ആ കുടം എന്താണ് പകുതി നിറഞ്ഞത്? കേട്ടവരുണ്ടോ? അയ്യോ, കണക്ക് കണ്ടപ്പോ ഓടിപ്പോയോ? വൈശാഖ് ജയ് 49, രമ്യ ഭാരതി 49, അജിത് രാജ് 49, ലക്ഷ്മി പ്രഭ 49, ഈശ്വര സഹലക്ക് 24. അജിത് രാജ് പറയുന്നു ആദ്യം ഞാൻ. അനാമിക എസ് 49. ആദ്യം ആക്ച്വലി പറഞ്ഞത് എനിക്കിവിടെ വന്നിട്ടുള്ളത് വൈശാഖ് ജയ്യാണ് ആദ്യം പറഞ്ഞിട്ടുള്ളതെന്നാണ്. അതെ, അവിടെ സ്വിമ്മിംഗ് പൂളിൽ കുളിച്ചോണ്ടിരിക്കുന്നത് വൈശാഖ് ജയ്യാണ് നമ്മളോട് ആദ്യമായി
ഇതിന്റെ ഉത്തരം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ വൈശാഖ് ലീഡർ ബോർഡില് കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ജയശ്രീ ജോണും വൈശാഖും തമ്മിൽ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. 2 പോയിന്റുകളുമായി അവര്. ഇതൊരുമാതിരി ചോദ്യമായി പോയി. ഞാൻ 50 ദിവസം കൂട്ടി വരുമായിരുന്നു, ഇനി 25ലേക്ക് പോട്ടെ. അതായത് ഇത് ഇരട്ടിക്കുന്നല്ലേ പറയുന്നത്. അപ്പോ 49ാമത്തെ ദിവസം പകുതി നിറഞ്ഞു, പിറ്റേ ദിവസം ഇരട്ടിച്ചപ്പോ മുഴുവൻ നിറഞ്ഞു, അത്രേ ഉള്ളൂ. അതാണ് ലോജിക്ക്. 49 ഉത്തരം. ആദ്യം ഞാനാ പറഞ്ഞ, ചുമ്മാ തമാശതാണെന്ന് മനസ്സിലായി. അപ്പൊ എന്തായാലും നെറ്റ് സ്ലോ ആവുന്നതുകൊണ്ടും നമുക്ക് പണി കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നല്ലേ അജിത് രാജിന്. അപ്പോ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. അടുത്ത ചോദ്യത്തിലേക്ക് പോട്ടെ. അപ്പോ മാന്ത്രിക കുടമൊക്കെ കിട്ടിയ സ്ഥിതിക്ക് ആ മാന്ത്രിക കുടം നമ്മുടെ ഉണ്ടായിരുന്നെങ്കിൽ അല്ലേ എത്ര നന്നായാനെ. നമുക്കപ്പോ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. എന്റെ കയ്യിൽ പോട്ടെ അടുത്ത ചോദ്യം. 9ാമത്തെ ചോദ്യത്തിലേക്ക് വരികയാണ്. എന്റെ കയ്യിൽ 10 റെഡ് കളറിലുള്ള സോക്സ് ഉണ്ട് കേട്ടോ. 10 റെഡ് കളറിലുള്ള സോക്സ് ഉണ്ട്. പിന്നെ 10 ബ്ലൂ കളറിലുള്ള സോക്സ് ഉണ്ട്. പിന്നെ 10 ബ്ലാക്ക് കളറിലുള്ള സോക്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ 10 റെഡ്, 10 ബ്ലൂ, 10 ബ്ലാക്ക് സോക്സുകളുണ്ട്. ഞാൻ കണ്ണടച്ച് ഇതിന്ന് മിനിമം എത്ര എണ്ണം എടുത്താലാണ് എനിക്കൊരു മാച്ചിങ് പെയർ കിട്ടുക? അതായത് കണ്ണടച്ച് ഞാൻ എടുക്കുക, ഈ സോക്സിൽ നിന്ന് എടുക്കുക. അപ്പോൾ എത്ര എണ്ണമെങ്കിലും എടുത്താലാണ് എനിക്ക് 2 എണ്ണം ഒരേ കളറിലുള്ള സോക്സ് കിട്ടുക, മാച്ചിങ് ആയിട്ടുള്ള പെയർ കിട്ടുക, എനിക്ക് ഇടാൻ പറ്റുക എന്നുള്ളതാണ് ചോദ്യം. വൈശാഖ് ജയ് വീണ്ടും മുന്നോട്ട്. അജിത് രാജെ 1 സെക്കൻഡിന്റെ വ്യത്യാസത്തിൽ വൈശാഖ് ജയ് വീണ്ടും നമ്മളെല്ലാം തോൽപ്പിച്ചു കഴിഞ്ഞു. 4 ഉത്തരം. അജിത് രാജ്, ലക്ഷ്മി പ്രഭ, പവിത്രയ്ക്ക് 3 എണ്ണം എടുത്താൽ മതിയോ? അപ്പൊ 3ഉം ഡിഫറെന്റ് കളേഴ്സ് ആയാലോ? പവിത്ര ജി, അതായത് 3 എണ്ണം ഞാൻ കണ്ണടച്ചെടുത്തു, 1 റെഡും 1 ബ്ലൂവും 1 ബ്ലാക്കും ആയാലോ? അനാമികയ്ക്ക് 2 എണ്ണം മതി. ശരിയാണ്, 2 എണ്ണം. പക്ഷെ അതും ഒരു പ്രോബബിലിറ്റി ആണ്. 2 എണ്ണം എടുത്താൽ അതിൽ 2 എണ്ണം ഒരേ കളർ ആവാം. പക്ഷെ ഫോർ ഷുവർ ആയിട്ട് എനിക്കൊരു പെയർ കിട്ടണമെങ്കിൽ 4 എണ്ണമെങ്കിലും എടുക്കണ്ടേ? കാരണം 3 എണ്ണം ഓരോ കളർ എടുത്തു എന്ന് വിചാരിക്കാം. വേഴ്സ്റ്റ് കേസ് പ്രോബബിലിറ്റിയില് 3 എണ്ണം ഞാൻ വെറുതെ കണ്ണടച്ചെടുത്തു, 3 എണ്ണം 3 കളറായി. ഒരെണ്ണം കൂടി എടുത്താൽ അതിൽ ഏതെങ്കിലും ഈ 3 എണ്ണത്തിലെ ഏതെങ്കിലും ഒരു കളറും കൂടെ അല്ലേ കിട്ടുള്ളൂ. അപ്പൊ എനിക്ക് മാച്ച് ചെയ്തത് കിട്ടിയില്ലേ? അപ്പൊ 4 ഉത്തരം. സുമയ്യ, സഹല എല്ലാവരും കറക്റ്റ് ഉത്തരങ്ങൾ പറഞ്ഞിരിക്കുന്നു. അനാമിക 2 എണ്ണം എടുത്ത് കൊണ്ട് നമ്മളെ വീണ്ടും ആശയക്കുഴപ്പത്തിലേക്ക് ആക്കിയിരിക്കുകയാണ്. അപ്പോ ഞാനൊന്ന് ലീഡർ ബോർഡ് വായിക്കട്ടെ. ഇപ്പൊ ഒരാള് വല്ലാണ്ട് മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ വെള്ളത്തിൽ കിടക്കുന്ന വൈശാഖ് ജയ് 3 പോയിന്റുകളുമായി ഇപ്പൊ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ജയശ്രീ ജോണിനെ പിന്നെ കണ്ടിട്ടില്ല ഈ വഴിക്ക്. മാത്സ് തുറന്നപ്പോഴേക്കും പിന്നെ പോയി. അതോ ആളുടെ നെറ്റ് സ്ലോ? ഞാൻ കണ്ണു തുറന്ന് നോക്കിയിരുന്നു. അത് ചീറ്റ് ചെയ്തു. അനാമിക കണ്ണു തുറന്ന് നോക്കി. ഞാൻ കണ്ണടച്ചെടുക്കാനല്ലേ പറഞ്ഞേ, അതാണ് പ്രശ്നം. അപ്പോൾ ജയശ്രീ ജോൺ 2 പോയിന്റും ആയിട്ട് തൊട്ടു പിന്നാലെയുണ്ട്. പിന്നെ ഓരോ പോയിന്റുകളുമായി പവിത്ര, ഉണ്ണി, ലക്ഷ്മി പ്രഭ, സന, സലീന, സുമയ്യ, അങ്ങനെ എല്ലാവരും. കണക്ക് ക്ലാസ്സിൽ ഞാൻ ആബ്സെന്റ് ആയിരുന്നു സർ. ഓക്കെ, ഈ കണക്കെടുത്ത ക്ലാസ്സിൽ പവിത്ര ജി ആബ്സെന്റ് ആയതുകൊണ്ട് നമുക്കെല്ലാം ക്ഷമിക്കാം. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കട്ടെ. ലൈവ് ഷെയർ ചെയ്യാൻ പോയതാ. വേറെന്തോ പണിക്ക് പോയതാ ജയശ്രീ ചേച്ചി, അതാണ് പറ്റിയത്. കണ്ടോ, ലൈവ് ഷെയർ ചെയ്യാൻ പോയതാണ്. അപ്പോ അടുത്ത ചോദ്യം ഞാൻ പറഞ്ഞാൽ നമുക്ക് നല്ലൊരു ചോദ്യം ചോദിക്കാം. അപ്പോ കുറച്ച് നമ്മൾ ഉറങ്ങിപ്പോകുന്നതിന്റെ ഒരു ചോദ്യം ആയാലോ? അപ്പൊ അടുത്തത്, ഞാൻ ഉറങ്ങാൻ പോവാ. ഞാൻ ഒരു ദിവസം ഉറങ്ങി എഴുന്നേറ്റ് വന്നപ്പോ ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങിപ്പോയി. അല്ലാതെ തോറ്റോടിയതല്ല. തോറ്റോടിയതല്ല. ഞങ്ങൾ അങ്ങനെ തോറ്റിട്ടില്ല. തോറ്റ ചരിത്രം കേട്ടിട്ടില്ല. അപ്പൊ അടുത്ത 10ാമത്തെ ചോദ്യം ഇനി അങ്ങനെ പറയാം. പെണ്ണുങ്ങൾക്ക് എന്തും ആകാലോ. ഇതൊക്കെ പവിത്ര ഫാഷൻ ആക്കും. അത് തന്നെ. എന്താണ് ഫാഷൻ ആക്കുന്നത് പറയുന്നത്? അപ്പോ അടുത്തത് നമ്മളൊന്ന് ഉറങ്ങാൻ പോവാണേ. ഞാൻ ഉച്ചയുറക്കത്തിന് പോവാ. ഞാൻ ഉച്ചയ്ക്ക് ഒരു ദിവസം കിടന്ന് ഉറങ്ങിപ്പോയി. 10ാമത്തെ ചോദ്യമാണ് ഇത്. ഞാൻ ഉറങ്ങിന്ന് വിചാരിക്കല്ലേ, 10ാമത്തെ ചോദ്യമാണ്. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക. ഞാൻ ഒരു ദിവസം ഉച്ചയ്ക്ക് കിടന്നേ ഉറങ്ങിപ്പോയെന്നേ. എന്നിട്ട് ഞാൻ എഴുന്നേറ്റ്
പെട്ടെന്ന് ഞെട്ടിപ്പെട്ടെന്ന് എണീറ്റ് കണ്ണാടിയിൽ നോക്കിയപ്പോഴോ സമയം ക്ലോക്ക് ഇവിടെ ഉണ്ട്, ക്ലോക്കിന്റെ പ്രതിബിംബം കണ്ണാടിയിൽ കാണാം, മിറർ ഇമേജ് കണ്ണാടിയിൽ കാണാം. കണ്ണാടിയിൽ നോക്കിയപ്പോ 8:40. ഞാനങ്ങ് ഞെട്ടിപ്പോയി. ഇത് സാധാരണ ഡയലൊക്കെ ഉള്ള പഴയ അനലോഗ് ക്ലോക്ക് ആണ് കേട്ടോ. അപ്പോ മിനിറ്റ് ഹാൻഡും അവർ ഹാൻഡും ഉള്ള പഴയ അനലോഗ് ക്ലോക്ക് ആണ്, ഡിജിറ്റൽ ക്ലോക്ക് ഒന്നും അല്ല. അപ്പോ ആ ക്ലോക്കിന്റെ സമയം ഞാൻ കണ്ണാടിയിൽ നോക്കിയപ്പോ 8:40. ഞാൻ ഞെട്ടിപ്പോയി. രാത്രി 8:40 അയ്യോ എന്ന് പറഞ്ഞ് ഞാൻ തിരിഞ്ഞ് ശരിക്കുള്ള ക്ലോക്കിൽ നോക്കിയപ്പോഴോ ഹാവു സമാധാനായി, ഇത്രയും സമയം ആയിട്ടുള്ളോ എന്ന് വിചാരിച്ചു. ശരിക്കുള്ള സമയം എത്ര? അതാണ് ചോദ്യം. ചോദ്യം ഇത്തിരി വലുതായി പോയി എന്ന് മനസ്സിലാവുന്നു. ചോദ്യം ഇത്രേ ഉള്ളൂ, 8:40 മിറർ ഇമേജ് എത്ര, അല്ലെങ്കിൽ 8:40 എത്ര മണിയുടെ മിറർ ഇമേജ് ആണ് എന്നുള്ളതാണ് ചോദ്യം. 8:40 മിറർ ഇമേജ് വൈശാഖ് ചെയ്യ്. ഞാൻ പറയുകയാണെങ്കിൽ PSC ക്ലാസ്സുകൾ എടുക്കുന്ന ഒരാളാണെന്ന് തോന്നുന്നു വൈശാഖ് ജയശ്രീ ജോൺ 3:20, വൈശാഖ് 3:20, അജിത് രാജ് 4:20 പോയോ, സൽമാൻ സാലി 3:20, രമ്യ ഭാരതി 3:20, സുമയ്യ 4:40, സഹല 4:20. അതെന്തിന് കണ്ണാടിയിൽ നോക്കിയത്? ഞാൻ എണീറ്റ് കഴിഞ്ഞാൽ കണ്ണാടിയിൽ ആദ്യം നോക്കുക, ആദ്യം സമയമൊന്നുമല്ല നോക്കുക, ഞാൻ കണ്ണാടിയിലാണ് നോക്കുക. അങ്ങനെയാ, അതൊക്കെ അങ്ങനെയാ, ഞങ്ങൾ അങ്ങനെയാ. ലക്ഷ്മി പ്രഭ 3:20 ആണെന്ന് അജിത് രാജ് വീണ്ടും പറഞ്ഞിരിക്കുന്നു. 4:20 സോറി ആക്കി 3:20 വൈശാഖിനെ പേജിൽ നിന്ന് ബാൻ ചെയ്താൽ എനിക്കും തോന്നുന്നുണ്ട് വൈശാഖെ അവിടെ ഇരുന്ന് കുളിച്ചാൽ മതി. ഇങ്ങൊരു പേജിൽ വന്നേ പിന്നെ വേറെ ആർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല. എന്തായാലും 3:20 വളരെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരമാണ് വൈശാഖ് ജയ്. കൺഗ്രാചുലേഷൻസ്. ശരിക്കും ഉറങ്ങിപ്പോയി, വേറെ ആരെങ്കിലും ഉത്തരം പറഞ്ഞോന്ന്. വൈശാഖിന്റെ പേജിൽ നിന്ന് ബാൻ ചെയ്യാൻ അടുത്ത് രമ്യ ഭാരതിയും വന്നിട്ടുണ്ട്, വേഗം ആവട്ടെ എന്ന്. എനിക്ക് PSC ഇല്ല സാർ. അപ്പൊ പിന്നെ KASന്റെ കോച്ചിങ്ങിനായിരിക്കും പോകുന്നതെന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെ എന്തായാലും വൈശാഖ് ജയ് ഇപ്പൊ 4 പോയിന്റോടുകൂടി ലീഡർ ബോർഡില് കുതിച്ച് പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജയശ്രീ ജോൺ വെറും 2 പോയിന്റിൽ 2 അടി പുറകിലാണ്. ബാക്കി എല്ലാവരും ഓരോ പോയിന്റുകൾ മാത്രം വാങ്ങിച്ചിട്ടുള്ളൂ. എല്ലാവരും ഒന്ന് വേഗം വന്നേ, നമുക്ക് പിടിച്ചു കെട്ടണ്ടേ ഈ അശ്വമേധത്തെ. അപ്പൊ എല്ലാവരും വൈശാഖ് ജി ചാക്കോ മാഷിന്റെ ക്ലാസ്സിലായിരുന്നു അല്ലയോ? സത്യമായിട്ടും ചായ കുടിക്കാതിരുന്നപ്പോ പവിത്രയുടെ ഷെയർ കണ്ടപ്പോ കയറിയതാ. ഓക്കെ, എന്തായാലും നല്ലൊരു എന്താ പറയാ, നല്ലൊരു ഗെയിം കാഴ്ചവെക്കുന്നതിന് നല്ലൊരു കാര്യം. വൈശാഖ് ജയ് ചായ കുടിക്കാൻ ഇത്ര വൈകി പോയോ? എന്തായാലും ചാക്കോ മാഷിന്റെ ക്ലാസ്സിലിരുന്ന വൈശാഖ് ജയ്ക്ക് നമ്മുടെ തട്ടിക്കളയട്ടെ. പാവം, തട്ടിക്കളയണ്ട. വിവരമുള്ള മനുഷ്യന്മാരൊക്കെ കുറവാ ഇപ്പോ. ഉള്ളവർ ജീവിച്ചു പൊക്കോട്ടെ, പോയി ബാക്കി ചായ കുടിക്കൂ, തണുക്കുന്നു. ഞങ്ങള് ലീഡർ ബോർഡിലേക്ക് ഒന്ന് കയറട്ടെ അല്ലെ, ബാക്കി ചായ കുടിച്ചിട്ടൊക്കെ വാ. അപ്പോ 10ാമത്തെ ചോദ്യമാണ് ഇപ്പൊ എത്തിയിരിക്കുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കട്ടെ, 11ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കട്ടെ. 11ാമത്തെ ചോദ്യം, ഞാനൊരു ഫോൺ വാങ്ങിക്കാൻ പോവാ. ചായ മിനിമം 4-5 എണ്ണമാണ് കണക്ക്. അപ്പൊ പിന്നെ കുഴപ്പമില്ല, രാവിലെ എണീറ്റ് 4-5ാമത്തെ ചായയായി. സ്വയം ഉണ്ടാക്കി കുടിക്കണേ. വീട്ടിലെ അമ്മയോടും ഭാര്യയോടും ഒന്നും പറയരുത് ചായ ഉണ്ടാക്കി കുടിക്കാൻ തരാൻ. ചായ സ്വയം ഉണ്ടാക്കി കുടിക്കണം, അതാണ് നല്ലത്. അതാണ് കണക്കൊക്കെ ഉണ്ടാവാൻ നല്ലത്, അതാണ് നല്ലത്. അപ്പൊ ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് കടക്കാം. ഞാനൊരു ഫോൺ വാങ്ങിക്കാൻ പോവാണ്. ഫോൺ വാങ്ങട്ടെ. 11ാമത്തെ ചോദ്യത്തില് ഫോൺ വാങ്ങാൻ പോവാണേ. ഫോണില് ഒരു ഫോണിന്റെ കവറും കൂടെ 11,000 രൂപയായി, 11,000 റുപ്പീസായി. ഒരു ഫോണിന്റെ കവറും കൂടെ ഞാൻ വാങ്ങിച്ചപ്പോ 11,000 റുപ്പീസായി. ഫോണിന് കവറിനേക്കാളും 10,000 രൂപ കൂടുതലാണ്. സോറി, ഫോണിന് കവറിനേക്കാളും 10,000 രൂപ കൂടുതലാണ്. കവറിന്റെ വില എന്ത്? ഇവിടെ അല്ലെങ്കിലും ആരുമില്ല, സ്വയം ഉണ്ടാക്കലാണ്. സ്വയം ഉണ്ടാക്കലാണ്. യെസ്, വെരി ഗുഡ്. അതൊരു സെൽഫ് മെയ്ഡ് മാൻ ആണെന്ന് നമുക്ക് മനസ്സിലാവുന്നു. അപ്പൊ ഒരു ഫോണും കവറും കൂടെ 15,000 രൂപയാണ്. സോറി, 11,000 റുപ്പീസ് ആണ്. ഫോണിന് കവറിനേക്കാളും 10,000 രൂപ കൂടുതലാണ്. കവറിന്റെ വില എന്താണ്? വൈശാഖ് ജി 500 രൂപ ഇട്ടു, കവറിനൊരു 500 ഇട്ടു. അജിത് രാജ് ആണെങ്കിൽ കണക്ക് വരെ പറഞ്ഞിട്ടുണ്ട്, 10,500 + 500.
സൽമാൻ സാലി ഒരു 1000 ഇട്ടു, സഹല 500 ഇട്ടു, ലക്ഷ്മി പ്രഭ 500, ജയശ്രീ ജോൺ 500. ചായ തന്നെ പവിത്ര ഉണ്ണി. ഞാൻ ഫോൺ മാത്രമേ വാങ്ങൂ, കവറ് വാങ്ങില്ല. എന്നാ ഫോൺ മാത്രം വാങ്ങിയെങ്ക എത്ര ലാഭിച്ചു എന്ന് പറ, കവറിനപ്പം അത്ര കൊടുത്തില്ലല്ലോ. അയ്യോ വയ്യ. എന്തായാലും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് പോകുന്നത്. എല്ലാവരും എന്തൊരു രസമായിട്ടാണ് ഉത്തരം പറയുന്നത് എന്നുള്ളതും എല്ലാവരും എത്ര കറക്റ്റായിട്ടാണ് ഇതിൽ പങ്കെടുക്കുന്നതെന്നുള്ളതും വളരെ നല്ലൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമായിട്ടാണ് തോന്നുന്നത്. സൺഡേ ആണ്, സൺഡേ ആയിട്ട് കുറച്ചും കൂടെ ആളുകളൊക്കെ ഒന്ന് വന്നിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചു പോകുന്നു. ഇത് ആക്ച്വലി ഫസ്റ്റ് വൺ പറഞ്ഞത് ആരായിരുന്നു? ആദ്യം പറഞ്ഞത് വൈശാഖ് ജയ് തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ? കവർ ഫ്രീ ആണോ? അത് ശരി, കവർ ഫ്രീ ആയിട്ട് കിട്ടിയിട്ട് കൊണ്ട് ഉത്തരം 0. 1000 ഡിസ്കൗണ്ട്. കണക്കൊന്നും പറയില്ല നമ്മുടെ അഡ്മിൻ. അത് ശരി. 500 വൈശാഖ് ജയ് തന്നെയാണ് പറഞ്ഞത്. അപ്പൊ ഫസ്റ്റ് ഉത്തരം പറഞ്ഞത് വൈശാഖ് ജയ് ആണ്. അപ്പൊ വീണ്ടും 1 പോയിന്റ് കൂടെ കിട്ടി. 5 പോയിന്റോടുകൂടി കണക്കൊന്നും പറയില്ല, ഫോണിന് മാത്രം കൊടുക്കും 11,000. ഈ ഫോൺ ഒപ്പോ ആണോ എന്ന് മഹേഷ് ശിവരാമ പിള്ളൈ എനിക്കറിയില്ല, ഒപ്പോ ആണോ എന്നറിയില്ല. എന്തായാലും നമ്മുടെ ഒപ്പം ഉണ്ട് ഫോണ്. എന്തായാലും ഒപ്പം ഇല്ലാതെ, ഫോൺ ഒപ്പം ഇല്ലാത്ത ആരും ഇവിടെ ഇല്ല എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കുന്നു. അപ്പോ 500 രൂപയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞ കവറിന് 500 രൂപയാണ് വില. ഫോണിനാണെങ്കിൽ 10,500 രൂപയാണ്. 10,000 രൂപ കൂടുതലാണെന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ 10,500 ഫോണിന്റെ വില. അപ്പൊ എല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു 11,000 രൂപ അങ്ങ് കൊടുത്തു. എന്നിട്ടാണ് ഫോണും കവറും ഞാൻ വാങ്ങിയത്. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അതെ, ചായയിൽ എന്തോ ചേർക്കണുണ്ട്. കാൽക്കുലേറ്റർ കലക്കി കുടിക്കുക എനിക്കും തോന്നുന്നുണ്ട് കേട്ടോ. ഒപ്പീരാണ്, ഒപ്പമല്ല ഒപ്പീരാണെന്ന്. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇതില് ഓഡ് മാൻ ഔട്ട് കണ്ടുപിടിക്കണേ. 12ാമത്തെ ചോദ്യം, ഓഡ് മാൻ ഔട്ട് കണ്ടുപിടിക്കണം. ഞാനൊരു 4 നമ്പേഴ്സ് പറയാം. ഇതിൽ ഓഡ് മാൻ ഔട്ട് ഏതാന്ന് പറയണം. 100, 400, 500, 900. ലൈവിലുള്ളവരുടെ എണ്ണം കുറഞ്ഞോ? എനിക്കിവിടെ 3 കാണുന്നുള്ളൂ, പക്ഷെ കുറച്ചും കൂടെ ആൾക്കാരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ലൈവില്. അപ്പൊ ഓഡ് മാൻ ഔട്ട് പറയാ. ഓഡ് മാൻ വൈശാഖാണ്. അത് ഓഡ് മാൻ ഔട്ട് പറയാ. 100, 400, 500, 900. രമ്യ ഭാരതി 500 ഇട്ടു, സൽമാൻ സാലി 900, അജിത് രാജ് 400, സഹല 400. അയ്യോ, വേർ ഇസ് വൈശാഖ് ജയ്? എനി ആൻസർ ഫ്രം ദി ടോപ്പർ? നമ്മുടെ പഠിപ്പിസ്റ്റ് ബുജിയെ കാണുന്നില്ല. ബുജി തിരിച്ചു വരൂ. ബുജി ഉത്തരം ഒന്നും പറയുന്നില്ല. ബുജി മിണ്ടുന്നില്ല, കുട്ടി മിണ്ടുന്നില്ല. എനിക്കൊരു 500 ജീപ്പേ. ജയശ്രീ ജോൺ 100, വൈശാഖ് ജയ് 500മായി വന്നിട്ടുണ്ട്. കണ്ടോ, ബുജിയുടെ ഉത്തരത്തിന് ഞങ്ങൾ കാത്തിരിക്കായിരുന്നു. എന്തായാലും ഇത് രമ്യ ഭാരതി കൊണ്ടുപോയി. 500 ആണ് ഉത്തരം. വെരി കറക്റ്റ്. അപ്പൊ രമ്യ ഭാരതി ആദ്യമായി നമ്മുടെ സ്കോർ ബോർഡിലേക്ക് കയറിയിരിക്കുകയാണ്. വെൽക്കം ടു ദി സ്കോർ ബോർഡ് വിത്ത് 1 പോയിന്റ്. അപ്പോ രമ്യ ഭാരതി, രമ്യ മിസ്സേ വെൽക്കം. അപ്പോൾ 500 കൊണ്ട് നമ്മുടെ രമ്യ ഭാരതി കയറി സ്കോർ ബോർഡിൽ. 500 ആണ് ഉത്തരം കേട്ടോ. അതായത് 500 എന്ന് പറഞ്ഞാൽ ഐ എം വെയിറ്റിംഗ് ഫോർ അതേഴ്സ് ടു ആൻസർ. സ്ക്വയർ അല്ലാത്തത്. അതെ, എല്ലാവരും ഇട്ടത് കൂടി ഗൂഗിൾ പേ ചെയ്യുവോ? എഡിറ്റർമാരെ കേട്ടല്ലോ അല്ലേ? ഗൂഗിൾ പേ ഒക്കെ വേണമെന്ന് പറയുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ ചെയ്തോ. നെറ്റ് സ്ലോ ആയതുകൊണ്ടാണ്. നെറ്റ് സ്ലോ ആയതുകൊണ്ടാണ്. വൈശാഖ് ജയ്, ഞങ്ങൾ വെറുതെ പറയുന്നതാ. എങ്ങനെ ഒരു ടീം സ്പിരിറ്റിൽ കളിക്കൂ. സ്ലോ എല്ലാവരും വെയിറ്റ് ചെയ്യൊന്നും വേണ്ട. എന്റെ അമ്മി ജയശ്രീ ജോണും അങ്ങനെ വിനയാന്വിതയായിരിക്കുകയാണ്. വിനയപ്രസാദിനി മീട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ ഇരുന്നിട്ട് ഞാനും എല്ലാവരും വെയിറ്റ് ചെയ്യായിരുന്നു ഉത്തരം പറയാൻ. അപ്പൊ ശരി, എന്തായാലും നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. നല്ല രസകരമായിട്ടുള്ള ഒരു പരിപാടിയാണ്. എന്തായാലും എന്നെ ഇത് ഏൽപ്പിച്ച 2 എഡിറ്റർമാർക്കും നമോ ഭാഗം. താങ്ക് യു സോ മച്ച്. നല്ലോണം ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. ഓൺലൈനായിട്ട് ഇത്രയും രസമായിട്ടൊക്കെ ക്വിസ് നടത്താൻ പറ്റുന്ന എനിക്ക് അറിയില്ലായിരുന്നു. ഓഫ്ലൈനായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഓൺലൈനായിട്ട് ആദ്യമായിട്ടാണ്. എന്തായാലും പക്ഷെ രസകരമായിട്ടുള്ള
ഇതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ല രസമുണ്ട്. ആർക്കെങ്കിലും ഓൺലൈൻ വരാൻ താല്പര്യമുണ്ടോ, സ്ക്രീൻ ഷെയർ ചെയ്യാൻ താല്പര്യമുണ്ടോ, ആർക്കെങ്കിലും ഓൺലൈൻ വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ മീ ടു അയ്യോ ഇത് സ്ഥിരാക്കിക്കോളൂന്ന് അല്ലെ? അത് ശരി. ആരെങ്കിലും വിളിച്ചാൽ വേണമെങ്കിൽ പോവാം. നല്ല കാശൊക്കെ തന്ന് വിളിച്ച ഈ പരിപാടിയൊക്കെ കോമ്പയർ ചെയ്യാനും ക്വിസ് നടത്താനും. ഫസ്റ്റ് ടൈമാണ് ലൈവിൽ. എനിക്ക് കമന്റ് ഇമോ ഇടാൻ അറിയാത്തത് ഒരു കുറവായി തോന്നുന്നു. എന്നിട്ട് ദേ ഓരോന്ന് ഇമോജീസ് ഇടുന്നുണ്ടല്ലോ. സമ്മാനം ചോദിക്കുമ്പോ എഡിറ്റേഴ്സ് കേൾക്കുന്നില്ല കമ്പിളി പുതപ്പ്. ഓട് വുമൺ ഔട്ടാക്കണം. ശരി, ഓട് വുമൺ ഔട്ടാക്കാമേ. എന്നാ അടുത്തത് ഒന്ന് പറയണേ. അടുത്ത അതിന്റെ ഓഡ് മാൻ ഔട്ട് തന്നെ ചോദിക്കട്ടെ. എന്നാ ഓഡ് വുമൺ ഔട്ടാണേ അടുത്ത ചോദ്യം. ഓഡ് വുമൺ ഔട്ട് ചോദിക്കട്ടെ. 11, 13, 17, 19, 21 ഓഡ് വുമൺ ഔട്ട് ഒന്ന് പറഞ്ഞേ. അല്ലെങ്കിൽ ഓഡ് മാൻ ഔട്ട്. അതെ നെറ്റ് പോയി. സമ്മാനം ചോദിക്കുമ്പോ നെറ്റ് പോയി. കുതിരയ്ക്ക് കൊമ്പ് കൊടുക്കില്ലല്ലോ. 11, 13, 17, 19, 21 ഓഡ് മാൻ ഔട്ട് അല്ലെങ്കിൽ ഓഡ് വുമൺ ഔട്ട്. ജയശ്രീ ജോൺ, വൈശാഖ് ജയ്, രമ്യ ഭാരതി, ലക്ഷ്മി പ്രഭ, അജിത് രാജ്, സുമയ്യ, സൽമാൻ സാലി എന്നിവരെല്ലാം. നീനു, രഞ്ജിത്ത്. പ്രൈം അല്ലാത്തത് യെസ് അജിത് രാജ്. പിന്നെ എല്ലാം വളരെ ലോജിക്കലായിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരങ്ങൾ കൂടെ പറഞ്ഞുതരും. ജയശ്രീയുടെ നെറ്റ് ഫാസ്റ്റായി. പ്രൈം നമ്പേഴ്സ് ആണ്. യെസ്, വളരെ കറക്റ്റ് ആണ് കേട്ടോ. അപ്പോ ഇതിന് ഉത്തരം തന്നത് നമ്മുടെ എല്ലാവരും കൂടെ പറഞ്ഞ് കളിയാക്കാനൊന്നും വരണ്ട. ഞങ്ങളുടെ എഡിറ്റർ പുലിയ. ജയശ്രീ ജോണിനാണ് ഫസ്റ്റ് ആൻസർ. യെസ്. ദിവ്യ ശ്രീകുമാർ. യെസ്, വെൽക്കം ടു ദി ഷോ ദിവ്യ ശ്രീകുമാർ. കഴിഞ്ഞ ദിവസം നമ്മുടെ വിജയിയായ ആളാണ് ദിവ്യ ശ്രീകുമാർ. നമ്മുടെ ഒരു ക്വിസ് പരിപാടിക്ക് വിജയിയായിട്ടുള്ളതായിട്ട് ഞാൻ ഓർക്കുന്നു ജയശ്രീ ജോൺ. അപ്പോൾ ഒരു പോയിന്റ് കൂടെ കിട്ടിയിട്ടുണ്ട് ജയശ്രീ ജോൺ. ഇപ്പോൾ 3 പോയിന്റായി. വൈശാഖ് ജയ് 5 പോയിന്റിലാണ്. ബാക്കി എല്ലാവരും ഓരോ പോയിന്റിലാണ്. ലക്ഷ്മി പ്രഭ, പവിത്ര ഉണ്ണി, സന്ന, സലീന, സുമയ്യ, രമ്യ ഭാരതി എന്നിവർ ഓരോ പോയിന്റുമായി പുറകെ തന്നെയുണ്ട്. എല്ലാവരും ഉത്തരം പറയുന്നുണ്ട്. നെറ്റിന്റെ സ്പീഡ് എന്നെ തവിട് കൊടുത്ത് മേടിച്ചതാ. അയ്യോ അല്ല അജിത്തെ, നമ്മൾ എന്ത് ചെയ്യാനാ? നെറ്റ് ഇപ്പോ സ്ലോ ആയതിന് ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കിട്ടും ശരിയാവും. പക്ഷെ ലോജിക്കലി കറക്റ്റ് ആയിട്ടുള്ളതിന് നമുക്ക് ഇലക്ഷൻ ക്വിസിൽ ദിവ്യാണ് ജയിച്ചത്. അതെ, ഇലക്ഷൻ ക്വിസിൽ ദിവ്യാണ് ജയിച്ചത്. ഇപ്പൊ വന്ന എനിക്ക് ഒന്നും മനസ്സിലായില്ല. സാരില്ല കുട്ടി, ഒന്നും കൊണ്ടും പേടിക്കണ്ട, എല്ലാം മനസ്സിലാവും. ഇവിടെ അടിയോടടിയാണ് കുസൃതി ചോദ്യങ്ങള്. അതെ, അതിപ്പോഴെല്ലാം മനസ്സിലായല്ലോ. തവിട് കൊടുത്ത് മേടിച്ചാന്നല്ലേ. താങ്ക് യു ഷിജു. ഓക്കെ, നമുക്കപ്പോ അടുത്തയിലേക്ക്. തവിടൊക്കെ അങ്ങനെ വേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. തവിടിനൊക്കെ ഇപ്പൊ ഭയങ്കര വിലയാണോ? അപ്പോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഒരു രക്ഷയില്ല കേട്ടോ. നിങ്ങളൊക്കെ പുലികളെന്ന് പറഞ്ഞാൽ ഭയങ്കര പുലികൾ തന്നെ. അടുത്ത ചോദ്യം 13 കഴിഞ്ഞ് 14ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുമ്പോൾ ഞാൻ പറയട്ടെ, 8 എട്ടുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് കൂട്ടിക്കൊണ്ട് 1000 ഉണ്ടാക്കാൻ പറ്റുമോ? അതായത് യൂസിങ് ഓൺലി 8 8s. 8 എന്നുള്ള സംഖ്യ 8 പ്രാവശ്യം ഉപയോഗിക്കാം. ഓക്കെ, പക്ഷെ അതിന്റെ കൂടെ പ്ലസ് എന്ന ചിഹ്നം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. എന്നിട്ട് 1000 ഉണ്ടാക്കണം. എട്ട് എന്ന സംഖ്യ 8 പ്രാവശ്യം ഉപയോഗിച്ചുകൊണ്ട് 1000 എന്നുള്ള സംഖ്യ ഉണ്ടാക്കണം. പ്ലസ് എന്ന ചിഹ്നം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ 1000 ഉണ്ടാക്കാൻ. യു ആർ വെരി ഫാസ്റ്റ്. ഇങ്ങൊരു കാൽക്കുലേറ്റർ തന്നെയാണ് കലക്കി കുടിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വൈശാഖ് ജയ് 888 + 88 + 8 + 8. അജിത് രാജ്, മഹേഷ് ശിവരാമ പിള്ളൈ പറഞ്ഞിട്ടുണ്ട് 21. നെറ്റ് സ്ലോ ആയതുകൊണ്ടാണ് ഈ മെസ്സേജ് നേരത്തെ ആദ്യം വരാതിരുന്നത്. ഒരു പോയിന്റ് തരണം. അയ്യോ, പക്ഷെ നമുക്ക് പതുക്കെ നോക്കാം. ഇതിൽ കയറി നമ്മള് പിന്നെയും 888 88 യെസ്. എല്ലാവരും പതുക്കെ പതുക്കെ നമ്മളൊക്കെ സെറ്റാക്കി തരാം. വൈശാഖ് ജയിന് അപ്പോൾ ഒരു പോയിന്റ് കൂടെ ഇടട്ടെ.
ഇപ്പൊ മൊത്തത്തില് വൈശാഖ് ജയ് 6 പോയിന്റുകളുമായി മുന്നിൽ നിൽക്കുകയാണ്. എന്തായാലും നിങ്ങൾ കാൽക്കുലേറ്റർ ആണ് കലക്കി കുടിച്ചത്. നിങ്ങൾ കുടിക്കുന്ന ചായയുടെ ബ്രാൻഡ് ഒന്ന് ഞങ്ങൾക്ക് അവസാനം പറഞ്ഞു തരണേ. ഒന്നും പറ്റിയില്ലെങ്കിൽ അവസാനം എനിക്കൊന്ന് പേഴ്സണൽ മെസ്സേജ് അയച്ച് തന്നാൽ മതി. ബുദ്ധിയൊക്കെ ഭയങ്കര കുറവാ, ഓർമ്മശക്തി അതിലും കുറവാ. എങ്ങനെയെങ്കിലും ഒന്ന് കയറാൻ പറ്റുമോ നോക്കട്ടെ. ചവനപ്രാവശ്യം ഒന്നും ഈ പ്രായത്തിൽ പറ്റില്ല എന്ന് എല്ലാവരും പറയുന്നുണ്ട്. അപ്പൊ പിന്നെ എന്താ നിങ്ങൾ ഈ ചായയിൽ കലക്കി കുടിക്കണമെന്നൊന്നും അറിഞ്ഞാൽ നമുക്കൊന്ന് രക്ഷപ്പെടായിരുന്നു അല്ലേ. ദുബായിലൊക്കെ ഭയങ്കര നെറ്റാണ് പിള്ളേച്ച. അതെ, അജിത് രാജൻ ഇന്ന് ദുബായില് പേഴ്സണൽ പറ്റൂല. എന്നാ ഗ്രൂപ്പിൽ പറ, അതെ ഇപ്പൊ പറ. ഞങ്ങൾ ദേ കുറെ 40s അടുക്കുന്ന കുറച്ച് യുവ തരുണിമണികളുണ്ട്. ഓർമ്മയും പോയി, ബുദ്ധി പണ്ട് കുറച്ച് കുറവാണ്, എന്നാലും ഇപ്പൊ കുറച്ച് മിനിക്ക് വരുന്നു. എന്നാലും ചായ ഏതാന്ന് പറഞ്ഞ നല്ലായിരുന്നു അല്ലേ. അടുത്ത ഒരു ചോദ്യം പറയട്ടെ. ഇത് തനി കുസൃതി ചോദ്യമാണ്. ഒരു 15ാമത്തെ ചോദ്യം എടുക്കാം. 15ാമത്തെ ചോദ്യം കുസൃതി ചോദ്യമാണ്. അതായത് ഐ ഹാവ് ഹാൻഡ്സ് ബട്ട് കനോട്ട് ക്ലാപ്പ്. 5-6 കൊല്ലത്തിൽ 40 ആവുന്നോ? ആരെ ഈ പറയുന്ന, രമ്യ ഭാരതിയോ? അതെന്താ, അങ്ങേക്ക് ഫെബ്രുവരി 29 എങ്ങാണാണോ പിറന്നാള് അങ്ങയുടെ? 5-6 കൊല്ലം കഴിഞ്ഞിട്ടേ 40 ആവത്തുള്ളൂ. ശരി ശരി ശരി. ഐ ഹാവ് ഹാൻഡ്സ് ബട്ട് കനോട്ട് ക്ലാപ്പ്. യെസ്. അപ്പൊ ഇതിന്റെ ഉത്തരം രമ്യ ഭാരതി കൊണ്ടുപോയി. ക്ലോക്കാണ്. ജയശ്രീ ജോൺ ക്ലോക്ക്, മഹേഷ് ശിവരാമപിള്ള ക്ലോക്ക്, സുമയ്യ ക്ലോക്ക്, പവിത്ര ഉണ്ണി ഗ്ലൗസിലേക്ക് പോയോ? ഗ്ലൗസ് അവിടെ നിൽക്കട്ടെ, ഇപ്പൊ വരാൻ തിരിച്ച്. നമുക്ക് ദിവ്യ ശ്രീകുമാർ, അജിത് രാജ് ക്ലിക്കാണോ? എന്താ ക്ലിക്കായത്? ഇപ്പോഴാണോ ക്ലിക്കായത്? അത് നമ്മുടെ കറക്ഷൻ വന്നതാണെന്ന് തോന്നുന്നു. ഓട്ടോ കറക്ഷൻ ആയതെന്ന് തോന്നുന്നുണ്ട്. വൈശാഖ് ജയ് ക്ലോക്കാണ്, സഹല ക്ലോക്കാണ്, ലക്ഷ്മി പ്രഭ ക്ലോക്കാണ്. പവിത്ര ഉണ്ണിക്ക് മാത്രം എങ്ങനെയാ അത് ഗ്ലൗസ് ആയതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഗ്ലൗസിന് കൈകളുണ്ട് എന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. അപ്പോ ഗ്ലൗസിന് ഫിംഗേഴ്സ് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ എന്തായാലും ഇതിന്റെ ഫസ്റ്റ് ആൻസർ പറഞ്ഞിട്ടുള്ളത് രമ്യ ഭാരതിയാണ്. അപ്പൊ രമ്യ ഭാരതി 2 പോയിന്റോട് കൂടി സ്കോർ ബോർഡിൽ 3ാമതായി വന്നിരിക്കുകയാണ്. വെരി ഗുഡ്. അപ്പൊ 2 പോയിന്റ് ഉണ്ട്. അയ്യോ, സ്പെല്ലിംഗ് തെറ്റിയതാ. വെറൈറ്റി അല്ലേ എന്നല്ലേ? അതേ, വെറൈറ്റി ആൻസർ ആയി പോയി. അപ്പൊ എന്തായാലും സ്പെല്ലിംഗ് തെറ്റിയ അജിത് രാജും ക്ലിക്കായ സ്ഥിതിക്ക് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് രാജുവിനെ രാധേനെയും കൊണ്ടുവന്നാലോ ചോദ്യം ചോദിക്കാൻ? രാജുവും രാധയുടെയും ചോദ്യമാണേ. രാജുവും രാധയും കൂടെ എന്ത് ചെയ്തെന്ന് വെച്ചാല് 16ാമത്തെ ചോദ്യമായിട്ട് വരും. രാജുവും രാധയും ഇന്റലക്ച്വൽ ആയതുകൊണ്ട് കുസൃതി പിടിക്കുന്നില്ല. അയ്യോ, ആര്? അതെ, അന്യനാടുകളിലൊക്കെ അങ്ങനെയാന്ന്. ഓക്കെ, ആരാണ് അത്? ചോദ്യം തെറ്റിയതാ. വിരലുകളുണ്ട്, കൈയടിക്കാൻ പറ്റില്ല എന്നാണ് ചോദിക്കേണ്ടത്. അത് ശരി, ചോദ്യമാണ് തെറ്റിയത്, ഉത്തരമല്ല. ഇപ്പൊ മനസ്സിലായില്ലേ? യെസ്, ഉത്തരങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാക്കണം, അങ്ങനെയാണ്. അതാണ് ഇന്നത്തെ വെറുതെ അല്ല. അങ്ങനെയുള്ള ചോദ്യങ്ങളിൽ പറഞ്ഞ ഉത്തരങ്ങൾ ഞങ്ങൾ കണ്ടായിരുന്നു. ഓക്കെ, എന്തായാലും മനസ്സിലായി. നമുക്ക് എന്തായാലും അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. രാജുവിനെ രാധേനെയും കൊണ്ട് ഞാൻ വന്നിട്ടുണ്ടേ. രാജു രാധയുണ്ട് കേട്ടോ. അതെ, അവര് സ്കൂളിൽ പോയി 8 പിള്ളേരുണ്ട്. 8 പിള്ളേർ നിരന്നിങ്ങനെ നിൽക്കുക ലൈനില് 8 കുട്ടികൾ നിരന്ന് ലൈനിൽ ക്യൂ അപ്പ് ചെയ്ത് നിൽക്കുമ്പോ ഉണ്ടല്ലോ, രാജു ലെഫ്റ്റിൽ നിന്ന് 3ാമതായിട്ടാണ് നിൽക്കുന്നത്, രാധ റൈറ്റിൽ നിന്നും 4ാമതായിട്ടാണ് നിൽക്കുന്നത്. ഇവരുടെ ഇടയിൽ എത്ര കുട്ടികളുണ്ട്? 8 കുട്ടികൾ. എല്ലാം കൊമ്പടിയുടെ ആൾക്കാരാ. ഞാൻ ചോദിക്കുന്ന ചോദ്യം ഒന്നും കേൾക്കുന്നില്ലേ? ചിൽഡ്രൻ, ഗോ ടു യുവർ ക്ലാസ്സസ്. വരൂ, ക്ലാസ്സിലേക്ക് കയറൂ എല്ലാവരും. സൈലൻസ്. ആൻസർ മായാവി. സൈലൻസ്. അതായത് മൊത്തം 8 പിള്ളേരുണ്ട്. അവരിങ്ങനെ നിരന്ന് നിൽക്കുവാണേ. രാജു രാധയുണ്ട് അതിനിടയില്. രാജു ആണെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് 3ാമത്താണ് നിൽക്കുന്നത്, രാധ റൈറ്റിൽ നിന്ന് 4ാമത്താണ് നിൽക്കുന്നത്. ഇവരുടെ ഇടയിൽ എത്ര പിള്ളേരുണ്ടെന്നാണ് ചോദ്യം. ആകെ 8 പിള്ളേരുള്ളൂ. അതിനിടയിൽ 6 പിള്ളേരുണ്ടോ? എന്റെ ദൈവമേ. ഉത്തരം മായാവി അല്ലാത്ത ആരും ഉത്തരം.
മായാവി കഴിഞ്ഞിട്ട് വൈശാഖ് ജയ് 2 വന്നു, ജയശ്രീ ജോൺ 1, സൽമാൻ സാലി 1, അജിത് രാജ് 2, ആരുമില്ല എന്ന് അനാമിക പറഞ്ഞിട്ടുണ്ട്. അനാമിക അല്ലെങ്കിൽ ഡിഫറെന്റ് ആണെന്ന് ഞങ്ങൾക്ക് അറിയാം. ലക്ഷ്മി പ്രഭ 1, മായാവി ഉഗ്രൻ. യെസ്, മായാവിക്ക് ഒരു മാർക്ക് കൊടുക്കായിരുന്നു അല്ലേ. സുമയ്യക്ക് 1, ദിവ്യ ശ്രീകുമാർ 2, സുഹാന 4, മായാവി അവരെയും കൊണ്ട് പോയിന്ന്. ആരേ? രാജുവിനെ രാധേനു. ചോദ്യം മുഴുവൻ കേട്ടില്ല, തെറ്റിയതാ. ഓക്കെ, രമ്യ ഭാരതി പറയുന്നു ചോദ്യം മുഴുവൻ കേട്ടില്ല, തെറ്റിയതാണ്, എന്റെ നമ്പർ തൊട്ടത് തെറ്റി. ശരി. സഹല 1. ബുദ്ധിജീവികളെല്ലാവരും ഇപ്പൊ ഓരോന്നൊക്കെ പറഞ്ഞ് ഉഴപ്പി തുടങ്ങിയിട്ടുണ്ട്. ബുദ്ധിജീവികളെ ബാക്ക് ടു ട്രാക്ക്. 6 പേരെയും കൊണ്ട് വന്ന് രമ്യ എവിടെ പോയി? ഇവിടെ കമോൺ, എന്റെ നമ്പർ തൊട്ടത് തെറ്റി. ഇനി അങ്ങനെ പറഞ്ഞാ മതി. സത്യം കേട്ടോ. അയ്യോ. അപ്പൊ ഇതിന് ഉത്തരം കൊണ്ടുപോയിട്ടുള്ളത് എന്തായാലും ജയശ്രീ ജോൺ ആണ്. ഒരാളെയും കൊണ്ട് ജയശ്രീ ജോൺ വന്ന് അതെ അജിത്ത് എല്ലാവരും ഏറ്റവും കൂടുതൽ ഉത്തരം പറഞ്ഞിട്ടുള്ള ആരാണെന്ന് നോക്കിയിട്ട് 1 ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ചോദ്യം തെറ്റിയതായി പ്രഖ്യാപിക്കണം. അയ്യോ, പ്രഖ്യാപിക്കാം, ഇപ്പൊ പ്രഖ്യാപിക്കാമേ. ജയശ്രീ ജോൺ അപ്പൊ 1 പോയിന്റ് കൂടെ നേടി 4 പോയിന്റുകൾ നേടിയിരിക്കുകയാണ്. വൈശാഖ് 6 പോയിന്റുമായി മുന്നിലുണ്ട്. രമ്യ ഭാരതി 2 പോയിന്റുമായി ജയശ്രീ ജോണിന്റെ പുറകിലുണ്ട്. ബാക്കി 4 പേര് ഓരോ പോയിന്റുകളുമായി. ലക്ഷ്മി പ്രഭ, പവിത്ര ഉണ്ണി, സന്ന സലീന, സുമയ്യ എല്ലാവരും ഓരോ പോയിന്റുകളുമായി പുറകിൽ തന്നെയുണ്ട്. ആർക്കും എണ്ണാൻ അറിയില്ല. ആ ഫാബിയെ വിളിക്കൂ, ഫാബി നിസാറിനെ വിളിക്കൂ. ഫാബിത്തെയാണോ എണ്ണുന്ന ആള്? എന്തായാലും രാജു രാധ എന്ന് കേട്ടപ്പോ തന്നെ ഇട്ടതാ മായാവി. മായാവി ആൻസർ വരുന്നൊരു ചോദ്യം ചോദിക്കുമോ? ഈശ്വര, മായാവി ഉത്തരം വരുന്ന ചോദ്യം ചോദിക്കണല്ലേ. ഓം ക്രീം കുട്ടിച്ചാത്ത എന്ന് പറയുമ്പോ വരുന്നത് ആരാണ്? ഓക്കെ ബൈ, ചമ്മന്തി അരയ്ക്കാനുണ്ട്, പോയേക്കോ. അയ്യോ അനാമിക, വിൽ മിസ് യു. പോവല്ലേ, ഒരു 2 മിനിറ്റും കൂടെ ഉള്ളൂ. ഞങ്ങൾ വേഗം അവസാനിപ്പിക്കാം. അനാമികയുടെ ഉത്തരങ്ങൾക്കായി ഞങ്ങൾ ശരിക്കും കാത്തിരിക്കുക. അമ്മാതിരി ഉത്തരങ്ങളെ ഞങ്ങൾക്ക് തരുന്നത്. പോവല്ലേ, ചമ്മന്തി ക്യാൻ വെയിറ്റ്. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇത് ലൈവ് എന്നൊക്കെ പറഞ്ഞാൽ വൺസ് ഇൻ എ ലൈഫ് ടൈം അല്ലേ, വൺസ് അല്ലേ വരത്തുള്ളൂ. അപ്പോ അനാമികയ്ക്ക് വേണ്ടി അടുത്ത ചോദ്യം ചോദിക്കട്ടെ. ഇച്ചിരി മാത്സ് വേണോ? രാജു രാധയും കഴിഞ്ഞു. 17ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ സീരീസ് ആൽഫബറ്റ് സീരീസ് ആണ്. ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, ഈ സീരീസ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം. അതായത് MTW-FSS സീരീസ് ഇതാണ്. MTW-FSS. ഈ സീരീസ് കംപ്ലീറ്റ് ചെയ്യണം. W കഴിഞ്ഞിട്ട് എന്ത് വരുന്നാണ് ഈ ചോദിക്കുന്നത്. ആൽഫബറ്റ് സീരീസ് ആണ്. ആ ചമ്മന്തി നമുക്ക് പിന്നെ അരയ്ക്കാം. അത് തന്നെ ഞാനും പറയുന്നത്. മാത്സ് ഇത് ഞാൻ തകർക്കും. സത്യമായിട്ട് എനിക്ക് അറിയാൻ പാടില്ല സാറേ. കുറെ നേരമായില്ലേ തകരുന്നു. തേഴ്സ്ഡേ. അജിത് രാജ് ഫൈനലി സ്കോർ ബോർഡിൽ ഇടം നേടിയിരിക്കുന്നു. തുടക്കം മുതല് ഇമാതിരി കൺസിസ്റ്റന്റ് ആയി നിന്ന് കളിച്ച് തോറ്റു നിന്ന് എന്താ പറയാ, പല പല ഗോളുകളും സ്വയം ഏറ്റുവാങ്ങി, ഗോളില്ലാത്ത ഗോൾ പോസ്റ്റിൽ ഗോളുകൾ ഏറ്റുവാങ്ങി അജിത് രാജ് നിന്ന് കളിച്ചിട്ടുണ്ടല്ലോ. ഫൈനലി ആള് സ്കോർ ബോർഡിൽ കയറിയിരിക്കുകയാണ്. അജിത് രാജ് 1 പോയിന്റോടുകൂടി സ്കോർ ബോർഡിൽ കയറിയിരിക്കുകയാണ്. തേഴ്സ്ഡേ ടി കറക്റ്റ് ആണ്. സൽമാൻ സാലി എക്സ് പറഞ്ഞിട്ടുണ്ട്. ദിവ്യ ശ്രീകുമാർ തേഴ്സ്ഡേ പറഞ്ഞു. സൽമാൻ സാലി സെഡ് പറഞ്ഞിട്ടുണ്ട്. അല്ല, ആളെ A to Z എല്ലാം പറഞ്ഞിട്ടുണ്ടോ? സൽമാൻ സാലി K ഉണ്ട്, എക്സ് ഉണ്ട്, സെഡ് ഉണ്ട്. ദിവ്യ ശ്രീകുമാർ ടി പറഞ്ഞു. സൽമാൻ സാലി വി പറഞ്ഞു. ഇനി ചത്താ മതിന്ന് കൈയുള്ള ഗ്ലൗസ് വെച്ച് ഒരു അടി തരിഞ്ഞ്. അജിത്ത് ആരാന്ന അളിഞ്ഞളിഞ്ഞു തെളിഞ്ഞു. യെസ്, തെളിഞ്ഞു. അവസാനം അജിത്തിന്റെ തലയിലെ വരയും തെളിഞ്ഞു. ഞാൻ ആദ്യം പറഞ്ഞോ, എന്റെ തമ്പുരാനെ എവിടെ?
അയ്യോ, അവിടെ ഒരു ടീ ഉണ്ട് അജിത്ത്. ഐ ആം സോ സോറി. ജയശ്രീക്ക് അറിയാതെ ഒരു ടീ ഞാൻ കണ്ടില്ലായിരുന്നു. ജയശ്രീയുടെ ടീ ഇത് ഇപ്പോഴാ കണ്ടേ. അപ്പൊ എന്ത് ചെയ്യും? ഞാൻ അജിത്തിനും കൂടെ ഒരു പോയിന്റ് കൊടുക്കണോ? ജയശ്രീ ഞാൻ എന്താ വേണ്ടേ? ജയശ്രീക്ക് ഒരു പോയിന്റ് കൊടുത്തേക്കാം. എന്തായാലും ജയശ്രീക്ക് ഒരു പോയിന്റ് കൂടെ ഉണ്ട്. അജിത്ത് മേ ബി നമുക്ക് നെക്സ്റ്റ് ടൈം ഒന്ന് ട്രൈ ചെയ്യാം. ഞാൻ വെറുതെ കൊതിപ്പിച്ചല്ലേ, പൊക്കോണം. പക്ഷെ ജയശ്രീ ആണ് ആദ്യം പറഞ്ഞത്. ഞാൻ ഇപ്പഴാ കണ്ടത്. ഐ എം സോറി. എനിക്ക് ഇനി കാണണ്ട. അയ്യോ, ഞാൻ ഇപ്പഴാ കണ്ടേ. ശരിക്കും അതിന് തൊട്ട് താഴെ ജയശ്രീ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പക്ഷെ അത് സത്യമായിട്ട് ശ്രദ്ധിച്ചില്ല. അപ്പോ അജിത്തിന് നമുക്ക് നെക്സ്റ്റ് ചാൻസ് ഉണ്ടല്ലോ, അതൊന്നും കുഴപ്പമില്ല. കൊടുക്ക് രണ്ടുപേർക്കും കൊടുക്കൂന്ന്. കൊടുത്തേര് അല്ലേ അവിടെ കിടന്ന് കരയും. ഓസ്കാർ മാറിക്കൊടുത്തപ്പോ പോലും ഇത്രയും വിഷമം വന്നിട്ടില്ല. അജിത്തിനൊരു അര കൊടുക്കാം. അര കൊടുത്താലോ? കഴിഞ്ഞു എല്ലാ ബന്ധവും, ഇനി കാണണ്ട. അജിത്തിനും കൂടെ കൊടുത്താലോ? കാരണം ഞാൻ അങ്ങനെ പറഞ്ഞു പോയില്ലേ. ഇനിയിപ്പൊ എന്ത് ചെയ്യാനാ? വെറുതെ കൊച്ചിനെ വിളിച്ചെണീപ്പിച്ചതേ പായസം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം അയ്യോ പായസം വെക്കാൻ പഞ്ചസാര ഇല്ലെന്ന് പറഞ്ഞ പോലെയായി. ഒരു പോയിന്റ് കൊടുത്തേക്കാം. ജയിക്കുവാണെങ്കിൽ അതും കൊണ്ട് ജയിക്കട്ടെ അജിത് രാജ്. അപ്പൊ അജിത്തിനും ജയശ്രീക്കും ഞാൻ ഓരോ പോയിന്റ് വീതം കൊടുത്തിട്ടുണ്ടേ. സാരമില്ല, നമ്മുടെ പിള്ളേരല്ലേ, ഒക്കെ നമ്മുടെ പിള്ളേരല്ലേ, കുഴപ്പമില്ല. ഓക്കെ, അപ്പോ അങ്ങനെ നമ്മള് 17ാമത്തെ ചോദ്യവും കഴിഞ്ഞ് 18ാമത്തെ ചോദ്യത്തിലേക്ക് ചെറിയ ടീ ആയതുകൊണ്ട് നോട്ടീസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അജിത്താണ് വലിയ ടീ പറഞ്ഞത് കൊടുക്കുന്നത്. അതെ, അതും ശരിയാ. അതെ, അപ്പൊ അങ്ങനെ രണ്ടുപേർക്കും കൊടുത്തു. അജിത് രാജ് സ്മരണം ഉണ്ടായിരിക്കണോ? ഇത് രണ്ടുപേർക്കും തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ജയശ്രീ ജോണിനും തന്നിട്ടുണ്ട്. അപ്പൊ ജയശ്രീ ജോണിന് ഇപ്പൊ 5 പോയിന്റ് ആയേ. അജിത് രാജിന് 1 പോയിന്റ്. അപ്പോഴും വൈശാഖ് ജയാണ് 6 പോയിന്റ് ആയിട്ട് മുന്നോട്ടുണ്ട്. ദേ ജയശ്രീ ജോൺ ഒരു പോയിന്റും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഒപ്പത്തിനൊപ്പം നമുക്ക് നിൽക്കാം. അപ്പോ എല്ലാവരും ബാക്ക് ടു ദ ഗെയിം. 17ാമത്തെ ചോദ്യം കഴിഞ്ഞ് 18ാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഇതൊരു പരീക്ഷാ ചോദ്യമാണ്. ഓക്കെ, നമുക്ക് പരീക്ഷ എടുക്കാം. ഓഹോ, ലൈവ് കഴിയട്ടെ, നമുക്കൊന്ന് സംസാരിക്കണം. ഈശ്വര, ഇത് കഴിയുമ്പോഴേക്കും അടിയോടടി പൊടിയരി കഞ്ഞി ആവോ? ലൈവ് കഴിയുമ്പോഴേക്കും മനസ്സിലാവുന്നില്ല. എന്തായാലും അടുത്തത് എന്തൊരു സ്നേഹം, നോട്ട് ദ പോയിന്റ്. ജയശ്രീയെ ആരോ വിളിക്കുന്നുണ്ട്. അയ്യോ, നിങ്ങൾ എന്തായാലും ക്ലാസ്സിൽ എൻജോയ് ചെയ്യുന്നുണ്ടല്ലോ. ഇത് തന്നെയാണ് ഞാൻ പഠിപ്പിക്കുമ്പോഴും അങ്ങനെയാന്നേ. ഞാൻ ബോർഡ് നോക്കി എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. പിള്ളേർ അവിടെ കിടന്ന് കമ്പനി അടിച്ച് ടൂർ പോകുന്നതിനെ കുറിച്ച് പ്ലാൻ ചെയ്യുന്നു. ചിലരിടയ്ക്ക് പോയി ചായ കുടിച്ച് തിരിച്ചു വന്ന് ഇരിക്കുന്നത് വരെ ഉണ്ടെന്ന് തോന്നുന്നു. എന്നാലും ഞാൻ അവിടെ പഠിപ്പിക്കുന്ന ഒരാൾ ശ്രദ്ധിക്കാറില്ല. ഇതുപോലെയൊക്കെ തന്നെയാ ക്ലാസ്സിലും. എന്താ ചെയ്യാ, നിങ്ങളൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ടല്ലോ, എനിക്കത് മതി. അപ്പോ 18ാമത്തെ ചോദ്യം ഒരു പരീക്ഷാ ചോദ്യമായി ഞാൻ വന്നിരിക്കുകയാണ്. ഒരാള് പരീക്ഷയില് 12 ചോദ്യങ്ങള് കൃത്യമായി ഉത്തരം ചെയ്തു. ഓക്കെ, അപ്പോ ഞാനാ ശ്രദ്ധ മാറ്റിക്കോളാം. അപ്പോ ഇത് ആദ്യ അനുഭവം അല്ലല്ലേ? അല്ല, ഇത് ആദ്യത്തെ അനുഭവം അല്ല. 10-12 വർഷമായിട്ട് ഇതൊക്കെ തന്നെ അനുഭവം. പണ്ടൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ലെന്ന് മനസ്സിലായപ്പോ ഞാൻ കമ്പനി ആയി കഴിഞ്ഞപ്പോ പിള്ളേർക്ക് മനസ്സിലായി നമ്മൾ ഇത്രേ ഉള്ളെന്ന്. അതോടുകൂടി ഒക്കെ തലേ കയറി ഇരിക്കാൻ തുടങ്ങി. ഇതൊക്കെയാണ് നമ്മുടെ അനുഭവങ്ങൾ. അപ്പൊ അതെ, പരീക്ഷയുടെ ചോദ്യം, ഒരാള് പരീക്ഷയിലെ 12 ചോദ്യങ്ങൾ കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്തു. അയാൾക്ക് 60% മാർക്ക് കിട്ടി. അപ്പോ മൊത്തം എത്ര ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ചോദ്യപേപ്പറിൽ? അതാണ് ചോദ്യം. ഒരു ചോദ്യപേപ്പർ ഉണ്ട്, അതിൽ കുറെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അയാൾ ഒരു 12 എണ്ണം കൃത്യമായി ഉത്തരം കൊടുത്തു, കൃത്യമായിട്ട് കറക്റ്റായിട്ട് ആൻസർ ചെയ്തു. അയാൾക്ക് 60% മാർക്ക് കിട്ടി. അപ്പൊ മൊത്തം അതില് എത്ര ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു? വൈശാഖ് ജയും അജിത് രാജും 20 കയറി. ഞങ്ങളെല്ലാം നല്ല കുട്ടികളായതുകൊണ്ട് ടീച്ചർക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ലക്ഷ്മി പ്രഭയ്ക്ക് 20, സഹല 20. യെസ്, എല്ലാവരും കറക്റ്റ് ഉത്തരങ്ങളുമായിട്ട് വന്നിട്ടുണ്ട്. വൈശാഖ് ജിയാണ് ആദ്യത്തെ ഉത്തരം പറഞ്ഞിട്ടുള്ളത്. 20 കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. 20 ചോദ്യങ്ങളിൽ 12 ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുത്തപ്പോ 12/20 60% ആ കുട്ടിക്ക് കിട്ടി. വളരെ കറക്റ്റാണ്. അടുത്തത് ഒരു പ്രായത്തിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. 19ാമത്തെ ചോദ്യം. നമുക്കൊരു 20 ചോദ്യത്തിൽ നിർത്താം കേട്ടോ. 20 ഉത്തരം 20 ചോദ്യങ്ങളിൽ നമുക്ക് നിർത്താം. 19ാമത്തെ ചോദ്യമായി. നല്ല രസമായിട്ട് വരുന്നുണ്ടല്ലേ? എന്തായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. എല്ലാവർക്കും ജയശ്രീ വിളി കേട്ട് പോയെന്ന് തോന്നുന്നു. അത് തന്നെ കാണാനേ ഇല്ലല്ലോ. നെറ്റ് പോയോ?
ഹലോ ഹലോ, എല്ലാവർക്കും ഉണ്ടോ? കേൾക്കുന്നുണ്ടോ? അപ്പൊ അടുത്ത 19ാമത്തെ ചോദ്യത്തിലേക്ക് വയസ്സിന്റെ കണക്കാണ്. എന്റെ അച്ഛനുണ്ടല്ലോ 31 വയസ്സുള്ളപ്പോ എനിക്ക് 8 വയസ്സാ. എന്റെ അച്ഛന് 31 വയസ്സുള്ളപ്പോ എനിക്ക് 8 വയസ്സാ. ഇപ്പോഴുണ്ടല്ലോ എന്റെ അച്ഛന് എന്റെ ഇരട്ടി പ്രായ. അങ്ങനെയാണെങ്കിൽ എനിക്കിപ്പോ എത്ര വയസ്സുണ്ട്? ചോദ്യം ഒരിക്കൽ കൂടി, 19ാമത്തെ ചോദ്യം. ടൂൾസ് എടുക്കുക ചിലര് ശരിയാക്കാൻ. എന്റെ നെറ്റ് പോയി എന്ന് പറയുന്നത്. ഹലോ, ഞാൻ പറയട്ടെ. ചോദ്യം കേൾക്കുക. എന്റെ അച്ഛന് 31 വയസ്സുള്ളപ്പോൾ എനിക്ക് 8 വയസ്സാണ് പ്രായം. ഇപ്പോ എന്റെ അച്ഛന് എന്റെ ഇരട്ടി പ്രായമുണ്ട്. അപ്പൊ എന്റെ വയസ്സ് എത്ര? ഉത്തരങ്ങൾ എനിക്കിവിടെ ഒന്നും കിട്ടുന്നില്ല. നെറ്റ് പോയി. പക്ഷെ മെസ്സേജ് അയക്കുന്നുണ്ടല്ലോ. ഹലോ, എനിക്ക് 21 വയസ്സാണോ? അച്ഛന് 31 ഉള്ളപ്പോ എനിക്ക് 8 വയസ്സാ. അപ്പോ ഇപ്പൊ ഇരട്ടി പ്രായമുണ്ടെന്ന് അച്ഛന്. അപ്പൊ എനിക്കിപ്പോ എത്ര വയസ്സാണ്? 21 ആണോ? വേറെ ഏതെങ്കിലും ഉത്തരം ഉണ്ടോ? 19ാമത്തെ ചോദ്യത്തിന് വൈശാഖ ജയ് ഒരു 21 തന്നു. ചോദ്യം ആദ്യം ചോദിച്ചപ്പോ നെറ്റ് പോയി. ആയിക്കോട്ടെ, ഇപ്പൊ ചോദ്യം മനസ്സിലായോ? അച്ഛന് 31 വയസ്സുള്ളപ്പോ എനിക്ക് 8 വയസ്സാണ്. ഇപ്പൊ അച്ഛൻ എന്റെ ഇരട്ടി പ്രായമുണ്ട്. ഇപ്പൊ എനിക്ക് എത്ര വയസ്സുണ്ടെന്ന് ഇപ്പൊ നെറ്റ് കിട്ടിയോ? അല്ല 21 നിന്ന് പുറകോട്ടില്ല. 13 വയസ്സിന് ശേഷം അച്ഛന് 31 വയസ്സുള്ളപ്പോൾ എനിക്ക് 8 വയസ്സാണ്. അച്ഛന് 31 വയസ്സുള്ളപ്പോൾ എനിക്ക് 8 വയസ്സ്. ഇപ്പോ അച്ഛൻ ഇരട്ടി വയസ്സ്. ജയശ്രീ ജോൺ അല്ലല്ലോ എന്ന് പറഞ്ഞു. ലക്ഷ്മിപ്രഭ 21, മഹേഷ് ശിവരാമപിള്ള 23 പറഞ്ഞു. പിന്നെയും പോയി. വയസ്സ് ഡിഫറൻസ് അച്ഛനും മകനും തമ്മിൽ. അപ്പൊ മകൻ 23, അച്ഛന് 46. 15 വർഷത്തിന് ശേഷം. 20 വർഷത്തിന് ശേഷം 15 വർഷത്തിന് ശേഷം എന്നൊക്കെ അജിത് രാജ് ഓരോന്ന് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അജിത് രാജ് 23-46 എന്നിട്ടുണ്ട്. വൈശാഖ് ജയ് 23-46 എന്നിട്ടുണ്ട്. പിന്നെയും പോയി. ലക്ഷ്മിപ്രഭ 23 ഇട്ടിട്ടുണ്ട്. ഓരോരുത്തർ കറക്റ്റ് ആൻസേഴ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഫസ്റ്റ് ആൻസർ പറഞ്ഞത് മഹേഷ് ശിവരാമപിള്ളയാണെന്നാണ് എന്റെ ഇതിൽ നോക്കുമ്പോൾ കാണുന്നത്. അല്ലെ, മഹേഷ് ശിവരാമപിള്ളയാണ് ആദ്യത്തെ 23 എന്നുള്ള കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുള്ളത്. മഹേഷ് ശിവരാമപിള്ള അങ്ങനെ സ്കോർ ബോർഡിലേക്ക് കയറിയിരിക്കുകയാണ്. വെൽക്കം ടു ദി സ്കോർ ബോർഡ്, കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ ഒരു പോയിന്റ് മഹേഷ് ശിവരാമപിള്ളയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ 19ാമത്തെ ചോദ്യത്തില് നമ്മൾ 23 വയസ്സായി നമുക്ക്. അപ്പോ അടുത്ത ചോദ്യം കൂടെ കഴിയുന്നതോടുകൂടി ഇന്നത്തെ പരിപാടികൾ അവസാനിപ്പിക്കാൻ പോകുന്നു. അവസാനത്തെ ചോദ്യം രസകരമായ ഏതെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാലോ എന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, പിള്ളേച്ചൻ കീ ജയ്. യെസ്, കണ്ണൻ ദേവനാണ് ഞാൻ കുടിക്കുന്ന ചായ.
താങ്ക് യു ഫോർ ദി ടിപ്പ്. ഞങ്ങൾ ഇനി മുതൽ കണ്ണൻ ദേവനിലേക്ക് മാറുന്നതാണ്. ഉയരം കൂടിയതിന്റെയാ. ശരിയല്ല, വെറുതെ അല്ല ഇത്ര ബുദ്ധിന്ന്. അപ്പൊ അടുത്ത ലാസ്റ്റ് ചോദ്യത്തോടു കൂടി നമ്മൾ ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാൻ പോവാണേ. 1 മണിയായി, എല്ലാവർക്കും വിശക്കുന്നുണ്ടാവും. ഇന്ത്യൻ IST താമസിക്കുന്ന എല്ലാവർക്കും വിശക്കുന്നുണ്ടാവും. 1 മണിയായി. ബാക്കിയുള്ളവരുടെ കാര്യം ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിരിക്കുന്നുണ്ടാവുള്ളൂ. നമ്മുടെ ജയ് ചായ കുടിക്കാൻ പോയിരിക്കാന്ന് തോന്നുന്നു. വൈശാഖ് ജയ് 20 ചോദ്യങ്ങളിൽ ഒരെണ്ണത്തിന്റെ ഉത്തരം പറയാനല്ലേ. അപ്പൊ എന്തായാലും അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇതാണ് എന്താ പറയാ, ഒരു റിഡിലാണ്, ഒരു കുസൃതി ചോദ്യമാണ്. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക. പീപ്പിൾ ബൈ മീ ടു ഈറ്റ് ബട്ട് നെവർ ഈറ്റ് മീ. People buy me to eat but never eat me. What am I? ജയശ്രീ ജോൺ, ഒരു ചായ ഒരു ഉത്തരം. People buy me to eat but never eat. പവിത്ര ഉണ്ണി പ്ലേറ്റ് പറഞ്ഞിട്ടുണ്ട്. മഹേഷ് ശിവരാമപിള്ള പ്ലേറ്റ് പറഞ്ഞിട്ടുണ്ട്. സഹല പ്ലേറ്റ് പറഞ്ഞിട്ടുണ്ട്. അജിത് രാജ് സ്പൂണാണ് പറഞ്ഞിട്ടുള്ളത്. വളരെ വ്യത്യസ്തമായ ഉത്തരം വന്നിട്ട് ആ ചോദ്യം കേൾക്കുന്നത്. ഓക്കെ, ഞാൻ ചോദ്യം നേരത്തെ പറഞ്ഞു, മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഇട്ടതാണ്. ലക്ഷ്മി പ്രഭ പ്ലേറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും പവിത്ര ഉണ്ണിക്കാണ് ഇവിടെ കൊടുക്കുന്നത്. നമ്മൾ പ്ലേറ്റ് ആണ് ഉത്തരം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ പവിത്രജിക്കും 2 പോയിന്റ് വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമ്മുടെ വളരെ ഇനിയും അങ്ങനെ പറഞ്ഞാൽ മതി. വ്യത്യസ്തനാമൊരു ബാല അജിത്തെ. എന്നാ ഞാൻ ഫോർക്ക് ഇറക്കി. ഫോർക്കിലും സ്പൂണിലും ഭക്ഷണം കഴിക്കാൻ മാത്രമല്ലല്ലോ, അത് നമുക്കിട്ട് കൂട്ടാൻ ഇളക്കാനും ഉപയോഗിക്കാലോ. അപ്പൊ എന്തായാലും പ്ലേറ്റുമായി വന്ന് നമ്മുടെ പവിത്രജി പ്ലേറ്റ് നിറച്ച് പോയിന്റുകളുമായി പോയിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഇന്നത്തെ പരിപാടി സ്പൂൺ തിന്നുന്ന പവിക്ക് പോയിന്റ് കൊടുക്കാൻ. ശരി. നൈസ് സെഷൻ, വിൽ എൻജോയ്ഡ് എ ലോട്ട്. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇന്നത്തെ സ്കോർ ബോർഡ് നില വായിക്കാം. ലീഡർ ബോർഡിൽ ആദ്യം വന്നിട്ടുള്ളത് വൈശാഖ് ജയ് വിത്ത് എത്ര പോയിന്റ് ആണ് വൈശാഖെ? എണ്ണീട്ടും തീരുന്നില്ല. കയ്യിലെ വിരലുകൾ മതിയാവോന്ന് അറിയുന്നില്ല വൈശാഖിന്റെ പോയിന്റുകൾ എണ്ണാൻ. വൈശാഖിന് 7 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. വൈശാഖാണ് ഫസ്റ്റ്. അടുത്തത് തൊട്ടുപിറകില് നമ്മുടെ ജയശ്രീ ജോൺ ഉണ്ട്. ജയശ്രീ ജോണ് 5 പോയിന്റുകളുമായി പുറകിലുണ്ട്. അടുത്ത 3-ാം സ്ഥാനം പവിത്ര ഉണ്ണിയും രമ്യ ഭാരതിയും കൂടെ കൈക്കലാക്കിയിരിക്കുന്നു. 2 പോയിന്റ് വീതം നേടി പവിത്ര ഉണ്ണിയും രമ്യ ഭാരതിയും കൂടെ 3-ാം സ്ഥാനം കൈക്കലാക്കിയിരിക്കുന്നു. 4-ാം സ്ഥാനത്തുള്ളവര് ലക്ഷ്മി പ്രഭ, സന്ന സലീന, സുമയ്യ, അജിത് രാജ്, മഹേഷ് ശിവരാമപിള്ള എല്ലാവരും ഓരോ പോയിന്റ് വീതം കയ്യിലാക്കി പ്ലേറ്റിലാക്കി. എല്ലാവരും ഇന്ന് സൺഡേ ആയി. സൺഡേ ഉച്ചയ്ക്ക് പ്ലേറ്റ് എടുക്കാൻ സമയമായി. കള്ളക്കളി. കൺഗ്രാചുലേഷൻസ് വൈശാഖ്. യെസ്, കൺഗ്രാചുലേഷൻസ് വൈശാഖ്. പറയാണ്ടിരിക്കാൻ പറ്റില്ല, അത്ര ഫാസ്റ്റായിട്ട് ഉത്തരം തന്നു എന്നുള്ളതും വളരെ എന്താ പറയാ രസകരമായിട്ട് തന്നെ ഇതിൽ കൂടെ നിന്ന് കളിച്ചു എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇതിൽ ആദ്യം മുതൽ അവസാനം വരെ ഫുള്ള് നിന്ന് അടികൊണ്ട് ഗോള് വാങ്ങിച്ച് തോൽക്കാതെ പിടിച്ചു നിന്ന് അജിത് രാജിനും അഭിനന്ദനങ്ങൾ. എല്ലാവർക്കും നന്നായി കളിച്ച് വൈശാഖിനും ജയശ്രീയച്ചിക്കും പവിക്കും രമ്യക്കും മറ്റെല്ലാവർക്കും ആശംസകൾ. ഷിജുവിന് പ്രത്യേക അഭിനന്ദനങ്ങൾ. താങ്ക് യു. എനിക്കെന്തിനാ അഭിനന്ദനം പറഞ്ഞെന്ന് മനസ്സിലായില്ല. എല്ലാവരും നല്ലോണം കളിച്ചു. പ്ലേറ്റിന് പകരം ഒരു ഗ്ലാസ് എടുക്കട്ടെ എന്ന്. എന്തായാലും ഗ്ലാസ് ഒക്കെ എടുത്ത് അപ്പൊ ഇന്ന് ഉച്ചയ്ക്ക് സൺഡേ ഉച്ചയ്ക്ക് അത്യാവശ്യം എല്ലാവർക്കും കുറച്ച് റിഫ്രഷ്മെന്റ് ഒക്കെ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിക്കുക, പ്ലേറ്റ് ഒക്കെ എടുത്ത് ഭക്ഷണമൊക്കെ കഴിക്കുക.
അപ്പോൾ എന്നെ എന്തോ മെൻഷൻ ചെയ്തിട്ടുണ്ട് ജയശ്രീ ജോൺ. നല്ല പ്രോഗ്രാം ഷിജു ജോബു, താങ്ക് യു. ആർക്കെങ്കിലും എവിടെയെങ്കിലും ക്വിസൊക്കെ നടത്താനുണ്ടെങ്കിൽ ഞാൻ വരാം, ക്വിസ് മാസ്റ്റർ ആയിട്ട്. പൈസ തന്നാൽ മതി. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പൊ താങ്ക് യു. ഞാൻ പോട്ടെ. അപ്പൊ എല്ലാവരും ഹാപ്പി സൺഡേ. നിങ്ങളുടെ തല്ലൂട്ടമൊക്കെ കഴിഞ്ഞെങ്കിൽ എല്ലാവരും പിരിഞ്ഞു പോകണം. അപ്പൊ എല്ലാവരും താങ്ക് യു. അപ്പൊ വൈശാഖ് ജയ്ക്ക് ഒന്നും കൂടെ ആശംസകൾ. അപ്പോഴും പുച്ഛമാണ് കേട്ടോ, ഫീലിംഗ് പുച്ഛമാണ്. ഈ വൈശാഖ് ജയ് പുച്ഛമാണ് മെയിൻ എന്ന് തോന്നുന്നുണ്ട് ആൾക്ക്. എല്ലാം ഫീലിംഗ് പുച്ഛമാണ്. അപ്പൊ എന്തായാലും നല്ല ഒരു നിങ്ങൾ തമ്മിലും നല്ല ഒരു രസകരമായ കെമിസ്ട്രി ഉണ്ടായി എന്നുള്ളതും ഒരു ഭയങ്കര സന്തോഷമുള്ള കാര്യം. അടിപൊളിയായിരുന്നു. എന്തായാലും ഐ എൻജോയ്ഡ് എ ലോട്ട്. അടിപൊളിയായിരുന്നു. പിള്ളേർക്ക് ക്ലാസ് എടുക്കുന്ന പോലെയൊക്കെ തന്നെ തോന്നി. ഓൺലൈൻ ആണെങ്കിലും അവിടെ ഇരുന്ന് പിള്ളേര് ഇനിയാണ് അടിന്ന്, ഇനിയാണ് അടി. സത്യം, ഇവിടെ തുടങ്ങിയ അടി ഇനി എവിടെ ചെന്ന് തീരുമാവോ. അപ്പൊ എന്തായാലും നാളത്തെ ഹെഡ്ലൈൻസിൽ നിങ്ങളെയൊക്കെ കാണാമെന്ന് വിചാരിക്കുന്നു. അടിയോടടി ഒരു ഗ്രൂപ്പില് ഒരു ക്വിസ് നടത്തിയതിന്റെ അടി റോട്ടിൽ വെച്ച് തീർത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്രയും നേരം ഈ കണക്കൊക്കെ ചോദിച്ച ആൾക്ക് വൈശാഖിന്റെ പോയിന്റ് എണ്ണം വിരല് പോരാന്ന്. അത് ശരി, ഞാൻ ഈ നാട്ടുകാരി അല്ല. ഓക്കെ, എന്തായാലും നമുക്ക് കണക്ക് ചോദിക്കാനല്ലേ അറിയത്തുള്ളൂ അജിത് രാജേ. നമുക്ക് ഈ അവസാനം കൂട്ടാനൊക്കെ വലിയ പാടാ. അപ്പൊ എന്തായാലും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പൊ താങ്ക് യു. അപ്പൊ എല്ലാവർക്കും ബൈ. ഹാപ്പി ഗുഡ് ഡേ, ഹാപ്പി സൺഡേ. അപ്പൊ എൻജോയ്. ബൈ.